ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. എതിർ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളെ വേട്ടയാടാനായി മാത്രം കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്ന അന്വേഷണ ഏജൻസിയാണ് ED എന്ന് അറിയാത്തവരല്ല കോൺഗ്രസ് നേതാക്കൾ. കഴിഞ്ഞ 10 വർഷത്തിനിടെ ED രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് 0.13% മാത്രമാണെന്നറിയുമ്പോൾ തെളിയുന്നതാണ് ഈ അന്വേഷണ ഏജൻസിയുടെ മഹത്വം. കേരളത്തിന് പുറത്ത് ED നടത്തുന്നത് രാഷ്ട്രീയ വേട്ടയാടലെന്ന് പറയുകയും കേരളത്തിലാകുമ്പോൾ അത് ശരിയായ അന്വേഷണമാണെന്ന് പറയുകയും ചെയ്യുന്ന ലജ്ജാകരമായ ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ നടത്തുന്നത്. അഴിമതിയുടെ കറപുരണ്ട കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കൾ അടക്കമുള്ളവരാണ് ED പേടിയിൽ BJPയുടെ മാളത്തിൽ ഒളിച്ചത്. സംഘപരിവാറിനും കേന്ദ്ര സർക്കാരിനും മുന്നിൽ മുട്ടുമടക്കുന്നതാണ് ED പേടിയിൽ നിന്ന് രക്ഷപ്പെട നേടാനുള്ള എളുപ്പമാർഗമെന്ന് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കളെ കണ്ടുപിടിച്ച കേരളത്തിലെ നേതാക്കളും ആ പാതയാണോ തെരഞ്ഞെടുക്കുന്നത്? കേരളത്തിൽ നടന്ന റെയ്ഡ് രാഷ്ട്രീയ വേട്ടയെന്ന് ഇടതുപക്ഷം ആവർത്തിച്ചു പറയുന്ന ആർജവത്തിന് പിന്നിലുള്ളത് അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നൈതികതയെന്ന് ഭൂരിപക്ഷം പറയുമ്പോഴാണ് കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അന്യായ വേട്ടയ്ക്കെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ മഹാ അപരാധമായി ചിത്രീകരിക്കുകയും ED നടപടിയെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നിലപാട് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. EDക്ക് കുടപിടിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാട് അവരെ തന്നെ തിരിഞ്ഞുകൊത്തുമോ? ന്യൂസ് ആൻഡ് ന്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M പ്രശാന്ത് എന്നിവരാണ്. സ്വാഗതം ചർച്ചയിലേക്ക് 3 പേർക്കും. PK ഗോപൻ, ഇന്നാണ് കൂടുതൽ അതായത് 2022 രാഹുൽ ഗാന്ധിക്കെതിരെ ED നടപടിയെടുത്തപ്പോൾ രാജ്യമെമ്പാടും നടന്ന വലിയ കോലാഹലങ്ങളുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നത്. ട്രെയിനുകൾ തടയുക, വാഹനങ്ങൾ കത്തിക്കുക, ED ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക ഇത്യാദി കാര്യങ്ങളാണ് നടന്നതെന്ന് ദൃശ്യങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തു. സ്വാഭാവികമായും വലതുപക്ഷ മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തതുമില്ല. പക്ഷേ യഥാർത്ഥ സ്ഥിതി അതുതന്നെയാണ്. വലിയൊരു പ്രതിഷേധം, അന്യായമായൊരു വേട്ട നടക്കുമ്പോൾ ആ പ്രതിഷേധം ഉയർന്നത് സ്വാഭാവികമായ രീതിയിൽ അവിടെ ആ വീടിന് മുന്നിൽ, പിണറായിയുടെ വീടിന് മുന്നിൽ, കണ്ണൂരിലെ വീടിന് മുന്നിലൊക്കെ തടിച്ചു കൂടിയത് പാർട്ടി പ്രവർത്തകർ, അതോടൊപ്പം അനുഭാവികൾ, നാട്ടുകാരൊക്കെ തന്നെയാണ്. വളരെ സംയമനമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അതിനെ അവസാനം തിരുവനന്തപുരത്ത് നടന്ന ഒരു ചെറിയ വിഷയത്തിൽ സ്വാഭാവികം ഉണ്ടായിരുന്ന പ്രതികരണത്തെ വലിയ പ്രശ്നമാക്കുകയും ED നടപടി മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന VD സതീശൻ്റെ നടപടി. ഇന്നലത്തെ താങ്കൾ വാർത്താ സമ്മേളനം കണ്ടിട്ടുണ്ടാകണം. VD സതീശൻ്റെ എന്തൊരു ലാഘവത്തോടെ ലളിതമായാണ് ആ കാര്യങ്ങളെ അദ്ദേഹം വർണ്ണിക്കുന്നത്. ED എന്ന് പറയുന്നത് അതൊരു ദേശീയ ഏജൻസിയാണ്, അവർക്ക് അന്വേഷണം നടത്തണ്ടേ? എന്തൊരു മഹാൻ VD സതീശൻ. സിജു, ഇത് പറയാൻ വേണ്ടിയാണോ അദ്ദേഹം 10 പ്രാവശ്യം പത്രക്കാരെ നിഷേധിച്ചത്? അദ്ദേഹത്തിന്റെ വലിയ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനൽ, മാധ്യമം, പത്രങ്ങൾ അവരെല്ലാവരും അതിനെ സംബന്ധിച്ച് ചില പ്രതികരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 10 തവണ പത്രക്കാര്, ചാനലുകാർ അദ്ദേഹത്തെ കണ്ടിട്ട് ഇത് സംബന്ധിക്കുന്ന പ്രതികരണം ചോദിക്കുകയാണ്. ഏത് പ്രതികരണമാണെന്ന് ഓർക്കണം. കേരളത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ മാത്രം മുഖ്യമന്ത്രിയായിരുന്ന ഒരാളിന്റെ വീട് അദ്ദേഹത്തെ അകത്തിരുത്തിക്കൊണ്ട് റെയ്ഡ് ചെയ്യുകയാണ്. അദ്ദേഹം പ്രതിയല്ലാത്തൊരു കേസിൽ. ഇന്ത്യ രാജ്യത്തൊരു മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ടൊരു പോസ്റ്റൊന്നുമല്ല. ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനം അനുസരിച്ച് ഓരോ സ്റ്റേറ്റിന്റെയും ഭരണാധികാരി എന്നുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി, അതാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയായിട്ടിരുന്നാൽ തൻ്റെ ക്യാബിനറ്റ് റാങ്കിന് തുല്യമായ ആ പദവിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ വീട് റെയ്ഡ് ചെയ്യുമ്പോൾ പത്രക്കാർ ചോദിക്കുമ്പോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അദ്ദേഹം പച്ചാളം ഭാസി കളിക്കുകയായിരുന്നു 10 പ്രാവശ്യം. വിമാനത്താവളത്തിന് പുറത്തിറങ്ങുമ്പോൾ, അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് അദ്ദേഹം പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാ മലയാള പത്രപ്രവർത്തകരും ചെന്ന് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹത്തിന്റെ ഭാവാഭിനയം മലയാള സിനിമയ്ക്കും മലയാള നടന ഭാവുകത്വ രംഗത്തും ഒരു മുതൽക്കൂട്ടാണ്. കലാമണ്ഡലം കൃഷ്ണൻ നായരും ഗോപിയാശാനൊക്കെ തോറ്റുപോകുന്ന നവരസ പ്രകടനങ്ങൾ നമ്മൾ അവിടെ കണ്ടു. ഞാൻ ഒരു ചാനലിൽ വിശേഷിപ്പിച്ചതുപോലെ മണിച്ചിത്രത്താഴ് സിനിമയുടെ അവസാനം നമ്മുടെ കുതിരവട്ടം പപ്പുവിന്റെ ഒരു സീനുണ്ട്. എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ, എന്തെങ്കിലും ഭാവവ്യത്യാസം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കുതിരവട്ടം പപ്പുവിന്റെ ഇരിപ്പുണ്ട്. അതേ ഭാവപ്രകടനമാണ് ഒരു മുഖ്യമന്ത്രി നടത്തിയത്. എന്നിട്ട് അദ്ദേഹം വാചാലനാകുന്നത് എപ്പോഴാ? ഞാൻ പത്രസ്വാതന്ത്ര്യത്തിന് വലിയ വില കൊടുക്കുന്ന ആളാണ്, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്നോട് ചോദ്യം ചോദിക്കാം. അങ്ങനെ പറഞ്ഞ ആള് പറയുകയാണ്, എനിക്ക് സൗകര്യമുള്ളപ്പോഴേ മറുപടി പറയൂ. എത്ര പെട്ടെന്നാണ് ഒരു മനുഷ്യൻ മാറുന്നത് നോക്കിയേ. കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം എല്ലാ സമയത്തും പത്രസമ്മേളനം നടത്തുന്നില്ല
എന്ന് ആക്ഷേപിച്ചവർ, അദ്ദേഹം പത്രക്കാരെ കാണുന്നില്ല എന്ന് പരാതി പറഞ്ഞവർ, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം പത്രപ്രവർത്തകരെ കണ്ടൊരു മുഖ്യമന്ത്രി കൂടിയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് ഓർക്കണം. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുക, അല്ലാതെ ഗിമ്മിക്ക് കളിക്കാൻ വേണ്ടിയല്ല പത്രക്കാരെ കാണുന്നത്. തനിക്കെന്താണ് ജനങ്ങളോട് പറയാനുള്ളത് എന്ന സന്ദർഭത്തിൽ, ജനങ്ങൾക്ക് എന്താണ് നിർദ്ദേശം നൽകാനുള്ളത്, ജനങ്ങളിൽ നിന്ന് എന്താണ് കേൾക്കാനുള്ളത് എന്ന കൃത്യമായ മുഹൂർത്തത്തിൽ അദ്ദേഹം പത്രക്കാരെ മുഴുവൻ കണ്ടിരുന്നു. ഒരു തവണ പോലും ഇന്ത്യയിലെ പത്രക്കാരെ കാണാൻ കൂട്ടാക്കാത്ത ആളാണ് ശ്രീ നരേന്ദ്രമോദി എന്നതുകൂടി ഓർക്കുക. അതിനെതിരെ ഒരു വിമർശവും നമ്മുടെ നാട്ടിൽ പലർക്കും ഇല്ല എന്നുള്ളത് കാണുക. അപ്പോൾ ശ്രീ വി ഡി സതീശൻ അതിനകത്തെടുത്തത് അദ്ദേഹത്തിന് എന്തു മറുപടി പറയണമെന്ന് ആലോചിക്കാൻ വേണ്ടിയായിരുന്നു. എന്നിട്ട് അദ്ദേഹം കളിച്ചൊരു പരിഹാസ്യമായ കളിയുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മന്ത്രിമാർ തമാശ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഞാൻ പോയി പ്രധാനമന്ത്രിയെ കണ്ടാൽ പ്രധാനമന്ത്രി ഫോൺ എടുത്ത് ഉടനെ കുത്തുകയാണ്, അവിടെ പോയി അത് ചെയ്യൂ, ഇവിടെ പോയി ഇത് ചെയ്യൂ. ഇതൊന്നുമല്ല സർ കാര്യം. അദ്ദേഹം വളരെ ദിവസങ്ങൾക്ക് മുമ്പേ, ഇത് തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് പ്ലാൻ ചെയ്ത ഒരു റെയ്ഡാണ്. അതായത് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ചോദിച്ചല്ലോ, പിണറായി വിജയനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചല്ലോ. ആ സമയത്തേക്ക് തയ്യാറാക്കി വെച്ചിരുന്ന അജണ്ടയാണിത്. അത് ഹൈക്കോടതിയിൽ ഈ CMLR ബന്ധപ്പെട്ട് കേസ് കിടക്കുമ്പോൾ അവരുടെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് അന്ന് റെയ്ഡ് നടത്താതിരുന്നത്. എന്നിട്ട് CMLR ബന്ധപ്പെട്ട് ഹൈക്കോടതി അന്വേഷണം തുടരാമെന്ന് പറഞ്ഞതിന്റെ അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് കേന്ദ്ര സൈന്യവും അല്ലെങ്കിൽ കേന്ദ്ര വിഭാഗവും കൂടി മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ 12 വീട്ടിൽ ചെല്ലണമെങ്കിൽ എത്ര നേരത്തെയുള്ള പ്ലാനിങ്ങാ? ഇനി ശ്രീ വി ഡി സതീശൻ പറഞ്ഞ ഒരു പച്ചക്കള്ളം, കേരളത്തിലെ ഗവൺമെന്റിനെ അറിയിച്ചില്ല. കേരളത്തിൽ ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി അറിയിച്ചു കാണത്തില്ല, പക്ഷെ CM ഓഫീസിനെ അറിയിക്കാതിരിക്കത്തില്ല. എന്തുകൊണ്ടാ? ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. അപ്പോൾ കേന്ദ്ര സേന അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി, സേന എന്നുള്ളത് അല്ല, കുറച്ചുകൂടെ ശരി ഏജൻസി, ആ ഏജൻസികൾ 12 വീടുകളിൽ കയറി ഒരു മുൻ മുഖ്യമന്ത്രി, ഒരു മന്ത്രി, അതുപോലെ പ്രധാനപ്പെട്ട ആളുകളുടെ വീടുകളിൽ കയറി റെയ്ഡ് നടത്തണമെങ്കിൽ അത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകുമെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു ഏജൻസിയും ഇന്ത്യ രാജ്യത്തില്ല. അത്രയും മോശപ്പെട്ട ഏജൻസി ഒന്നും ഇന്ത്യ രാജ്യത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏജൻസി അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ശ്രീ വി ഡി സതീശൻ ഇത് അറിയാതിരിക്കത്തില്ല. എന്നിട്ട് അദ്ദേഹം തലേന്ന് പോയി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ആള് നരേന്ദ്രമോദി അല്ല, അമിത്ഷായാണ്. അങ്ങനെ അമിത്ഷായുടെ മുമ്പിൽ അദ്ദേഹം അമിത്ഷായെ കാണുന്നു. എന്നിട്ടോ നേരത്തെ അദ്ദേഹം പറഞ്ഞെന്താ? പ്രധാനമന്ത്രിയെ കാണുമ്പോൾ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന പിണറായി വിജയൻ. ഇന്ന് വേറൊരു എക്സ്പാൻഷനോടെ ഞാൻ പറഞ്ഞുതരാം. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നുള്ളത് മാത്രമല്ല VDയുടെ എക്സ്പാൻഷൻ. പിന്നെയോ വിനീതദാസനായ സതീശൻ എന്നുകൂടി അതിനകത്തൊരു എക്സ്പാൻഷൻ ഉണ്ട്. എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിന്നത്, എങ്ങനെയാണ് ഈ അമിത്ഷായുടെ മുമ്പിൽ നിന്നത് എന്നത് കാണുന്നത് നല്ലതാണ്. പിണറായി വിജയൻ മാനം മര്യാദയ്ക്ക് ഒരു പ്രധാനമന്ത്രിയെ കാണുമ്പോൾ അദ്ദേഹത്തെക്കാൾ ഇളയ ആളാണ് പ്രധാനമന്ത്രി. പക്ഷെ മാന്യതയുടെ പേരിൽ പിണറായി വിജയൻ ഒരു ബഹുമാനം പ്രധാനമന്ത്രി കൊടുക്കാൻ, അത് സതീശൻ ആക്ഷേപിച്ചാലും ആരാക്ഷേപിച്ചാലും കൊടുത്തേ മതിയാവും. പരസ്പര റെസ്പെക്ട് എന്നുള്ളത് എല്ലാ മനുഷ്യരുടെ ഉത്തരവാദിത്വമാണ്. അതാണ് പിണറായി വിജയൻ സതീശനോട് കാണിക്കുന്നതും സതീശൻ പിണറായി വിജയനോട് കാണിക്കേണ്ടതും അതാണ്. പക്ഷെ ഇവിടെ നരേന്ദ്രമോദിക്ക് മുമ്പിൽ പുഷ്പങ്ങളുമായി ചെന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. ആ നിൽപ്പും പിണറായി വിജയൻ നേരത്തെ നരേന്ദ്രമോദിയെ കണ്ടപ്പോഴുള്ള നിൽപ്പും കൂടി ഒരുമിച്ച് ആ വിഷ്വൽ എടുത്തൊന്ന് കാണിക്കണം. എന്തൊരു പരിഹാസ്യമായിട്ടാണ് ഈ പ്രശ്നത്തെ എല്ലാം ശ്രീ വി ഡി സതീശൻ കണ്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇത് മന്ത്രിമാരെല്ലാം കൂടെ അദ്ദേഹത്തെ ആക്ഷേപിച്ചിരിക്കുന്നു, പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് ചെയ്യാൻ താൻ നരേന്ദ്രമോദിയെ കണ്ട് ഉറപ്പ് കൊടുത്തതാണ്, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടതാണ്. വി ഡി സതീശൻ നരേന്ദ്രമോദിയെ കണ്ട് ആവശ്യപ്പെടുക എന്നുള്ളതല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ മുൻകാല ചെയ്തികളെല്ലാം അതിന് വളം വെക്കുന്നതാണ്. അതാണ് കർണാടകത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ഫ്ലൈറ്റ് യാത്ര, വന്ദേ മാതരം പൂർണ്ണമായിട്ട് ചൊല്ലാനെടുത്ത നിലപാട്, നമ്മുടെ ലീഗ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. അതുപോലെ നോക്കൂ ശ്രീ സിജു, ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം നമ്മുടെ ബഹുമാന്യനായ ഗവർണർ നയപ്രസംഗം നടത്തി. ഒരു ഘട്ടത്തിൽ പോലും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാത്ത ഒരു നയപ്രസംഗം അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹം ഉൾപ്പെടെയുള്ള മുൻകാല ഗവർണർമാർ. കേരളത്തിലെ 10 വർഷത്തിലെ ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്ര സർക്കാരിനെ ഒരു തൂവൽ കൊണ്ടും തല്ലാത്ത ഒരു പ്രമേയമാണ്, ഒരു നയപ്രഖ്യാപനമാണ് ശ്രീ രാജേന്ദ്ര. താങ്കൾ പറഞ്ഞു വന്നതിന്റെ രത്നച്ചുരുക്കം അത് തന്നെയാണ്. അതായത് മുൻകാല ചെയ്തികൾ, ഇന്നലെ പോയി ഫോൺ ചെയ്ത് പറഞ്ഞ് മോഡിയെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിച്ച് ഇടിയെ വരുത്തിയതല്ല, ഒരു തുടർച്ചയാണ് ആ കാര്യങ്ങൾ.
നിജേഷ്, തുടക്കത്തിൽ നിജേഷ് ഉണ്ടായിരുന്നില്ല, പക്ഷേ പി കെ ഗോവൻ രസകരമായ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി. ഈ സോഷ്യൽ മീഡിയയിലടക്കം മുഖ്യമന്ത്രിയെ വിശേഷിപ്പിക്കുന്നത് പൂക്കി മുഖ്യമന്ത്രി എന്നാണല്ലോ. പക്ഷേ കഴിഞ്ഞ 10 ദിവസം ED വിഷയവുമായി ബന്ധപ്പെട്ട് 14 തവണ അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം എടുത്ത ഭാവം എന്ന് പറഞ്ഞാൽ പച്ചാളം പാസിയുടെ ഭാവമാണ്. പുതിയ ഏതെങ്കിലുമൊക്കെ ഭാവം ഇനി കണ്ടുപിടിക്കേണ്ടതുണ്ടോ? ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ 10 ദിവസമാണ്, 14 പ്രാവശ്യമാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടി വരുന്നത്. ഏതായാലും അതിന് അദ്ദേഹം ഇന്നലെ വളരെ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞു. ഞാൻ പറയും, എപ്പോഴാണ് ഞാൻ നടക്കുമ്പോൾ, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ചോദ്യമല്ലേ ചോദിക്കേണ്ടത്, പണ്ട് സുരേഷ് ഗോപി ചോദിച്ചാൽ നമ്മുടെ മനസ്സിലോരുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഇന്നലെ അദ്ദേഹം വരുത്തി തീർത്തൊരു നറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ED നടപടിയല്ല പ്രശ്നം, ഇന്നലെ ഉണ്ടായ പ്രതിഷേധമാണ് പ്രശ്നം, ED ഉദ്യോഗസ്ഥരോട് നടത്തിയ പ്രതിഷേധമാണ് പ്രശ്നമെന്നാണ്. ഇന്നിവിടെ പുതിയ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ട് നമുക്കത് കാണാം. അന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ ED നടപടി ഉണ്ടായപ്പോൾ, രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തപ്പോൾ രാജ്യത്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ പാർട്ടിക്കാർ കാട്ടിക്കൂട്ടിയത്? എത്ര ബസ്സുകൾ കത്തിച്ചു, ട്രെയിനുകൾ എത്ര തടഞ്ഞു, ജനങ്ങളെ എത്ര ബുദ്ധിമുട്ടിച്ചു, അതൊക്കെ എന്തായിരുന്നു നിജേഷേ? നിജേഷിലേക്ക് മടങ്ങി വരസി എം പ്രശാന്ത്. അപ്പോൾ നിജേഷിന് ശബ്ദ കേൾക്കുന്നതിൽ എന്തോ ഒരു തടസ്സമുണ്ട്, അതിലേക്ക് നിജേഷിന് മടങ്ങി വരാം. പ്രശാന്ത്, ഇതിനകത്ത് ഇന്നിപ്പോൾ ഈ വന്ന ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞതുണ്ടല്ലോ, എന്തോ വലിയ കാര്യമാണ് ഇവിടെ കേരളത്തിൽ നടന്നത്. ഒരു പ്രതികരണമുണ്ടായി, ഒരു വലിയ സ്വാഭാവിക പ്രതികരണമുണ്ടായി, ഒരു അന്യായ വേട്ടയാടൽ, വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഒരു ദേശീയ ഏജൻസി പെരുമാറുമ്പോൾ സ്വാഭാവികമായ പ്രതികരണമുണ്ടായി. അതുപോലെയാണോ രാജ്യത്ത് തെലങ്കാനയിൽ, ദില്ലിയിൽ, കർണാടകത്തിൽ അടക്കം നടന്നത്? എന്തൊരു പ്രതിഷേധം, എന്തൊരു അക്രമമാണ് നടത്തിയത് അവിടെ! ഈ പിണറായിയുടെ വീടിന് ബേക്കറി ജംഗ്ഷന് മുന്നിൽ ആളുകൾ തടിച്ചുകൂടിയതുപോലെയാണോ? പിണറായിലെ വീട്ടിന് മുന്നിൽ തടിച്ചുകൂടിയതുപോലെയാണോ ഇവർ കാട്ടിക്കൂട്ടിയത്? എന്തൊക്കെയായിരുന്നു ഈ രാജ്യ തലസ്ഥാനത്ത് അടക്കം അവർ നടത്തിയത്? ബസ്സുകൾ കത്തിച്ചില്ലേ, ട്രെയിനുകൾ തടഞ്ഞിട്ടില്ലേ? ഇതിനെയൊക്കെ നിസ്സാരവൽക്കരിക്കുകയും ഇവിടെ നടന്ന ഏതോ മഹാകാര്യമായി പറയുകയും ചെയ്യുമ്പോൾ ആളുകൾ വായിച്ചെടുക്കുന്നത് ഒരു ഡീൽ. തീർച്ചയായും ഇത് കോൺഗ്രസിൻ്റെ ഒരു ഇരട്ടത്താപ്പാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ഇരട്ടത്താപ്പ് നിലപാട് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, അതല്ലാതെ തന്നെ കേന്ദ്ര ഏജൻസികളുടെ, ഏത് കേന്ദ്ര ഏജൻസിയുടെ ആണെങ്കിലും അവരുടെ അന്വേഷണം ഏത് പാർട്ടിക്കെതിരാണോ അതനുസരിച്ചുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. തങ്ങളുടെ നേതാക്കൾക്കെതിരെ EDയോ CBIയോ മറ്റോ വന്നാൽ അയ്യോ ദാ ഞങ്ങളെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞ് ദേശീയ തലത്തിൽ അലമുറയിടുന്ന കോൺഗ്രസ്, എന്നാൽ മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ അടുക്കിലേക്ക് അവരെത്തിയാൽ അത് ഒരു ന്യായമായ അന്വേഷണം, അതുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നൊക്കെയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതിപ്പോൾ പിണറായി വിജയൻ്റെ വസതിയിൽ നടത്തിയ റെയ്ഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അതിനു മുമ്പ് നമുക്കറിയാം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെ ഒരു അഴിമതി കേസ് ഉയർത്തിക്കൊണ്ടുവന്നത്. ആ ഉയർത്തിക്കൊണ്ട് വന്നത് തന്നെ കോൺഗ്രസ് ആണ്. മദ്യനയത്തിൻ്റെ പേരിൽ ഒരു അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞൊരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നതും അതിൽ ആദ്യം പരാതിപ്പെടുന്നതും കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിൻ്റെ പരാതിയിലാണ് അവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ CBI ആയാലും ED ആയാലും ഒക്കെ എത്തുന്നത്. പിന്നീട് നമ്മൾ കണ്ടു ആ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെ കൂട്ടമായി വേട്ടയാടുന്നു കേന്ദ്ര ഏജൻസികൾ. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, സത്യേന്ദർ ജെയിൻ തുടങ്ങി ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെയൊക്കെ ED കേസിൽ കുടുക്കി ജയിലിലടക്കുന്നു. മാസങ്ങളോളം അവർ ജയിലിൽ കിടന്നു. കാരണം ED കേസിൽ ജാമ്യം കിട്ടുക എളുപ്പമല്ല. അതായിരുന്നു BJP ആഗ്രഹിച്ചത്, അതാണ് കോൺഗ്രസ് താല്പര്യപ്പെട്ടത്. അതേപോലെ കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഈ ആം ആദ്മി പാർട്ടിക്കെതിരെ ഈ അഴിമതി ആക്ഷേപം ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്നത് ആരാണ്? അത് രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖ നേതാവായ രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ അഴിമതി ആരോപണം ഏറ്റവും ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നതും വ്യാപകമായ പ്രചാരണം നടത്തിയതും. അവിടെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഭരണം നഷ്ടമാകാൻ ഈ ഒരു പ്രചാരണം കൂടി ഇടയാക്കി എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ കോൺഗ്രസ് വിചാരിക്കുന്നത് തങ്ങൾ ഡൽഹിയിൽ ദുർബലപ്പെട്ട് നിൽക്കുകയാണ്. ഇനി ഡൽഹിയിൽ ഒരു തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ എങ്ങനെയെങ്കിലും ആം ആദ്മിയെ ദുർബലപ്പെടുത്തണം, എങ്കിൽ മാത്രമേ തങ്ങൾക്കൊരു തിരിച്ചുവരവ് സാധ്യമാകാൻ പറ്റൂ. അതിനുവേണ്ടി അവർ BJPയുടെ ഒരു B ടീം എന്ന നിലയിലാണ് അവിടെ ഡൽഹിയിൽ പ്രവർത്തിച്ചത്. അതുതന്നെയാണ് നമ്മൾ കേരളത്തിലും കണ്ടത്. ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ എത്തുമ്പോൾ പറയുന്നത് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ഇന്ത്യ കൂട്ടായ്മ എന്നൊരു പ്രതിപക്ഷ സഖ്യം ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് ആ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് അതിന് ഉത്തരവാദിത്വ ബോധത്തോടെ അതിന് നേതൃത്വം നൽകേണ്ട കോൺഗ്രസ് എന്ന പാർട്ടി
പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ അതേ ഇന്ത്യ കൂട്ടായ്മയിൽ ഉൾപ്പെടുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ കടന്നാക്രമിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ആ ഇലക്ഷന്റെ പ്രചാരണ ഘട്ടത്തിലും മറ്റും BJP വലിയൊരു വിജയത്തിലേക്ക് പോകുന്നു എന്നൊരു പ്രതീതിയാണ് സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. 3-2 ഭൂരിപക്ഷത്തോടെ ഇതാ BJP വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു, 3ാം മോഡി സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊരു പ്രതീതി പൊതുവിൽ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം കൂടി സൃഷ്ടിച്ചിരുന്നു. എന്നാൽ അന്ന് എന്താണ് സംഭവിച്ചത്? അന്ന് ദേശീയ തലത്തിൽ ഒരു ഐക്യം രൂപപ്പെട്ടു. ആ ഐക്യം രൂപപ്പെടുത്തുന്നതിന് മുൻകൈ എടുത്തത് കോൺഗ്രസ് അല്ല കേട്ടോ, മറ്റു പല പ്രതിപക്ഷ പാർട്ടികളുമാണ് മുൻകൈ എടുത്തത്. അതിൽ ഇടതുപക്ഷ പാർട്ടികൾക്കും CPM-ന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കുമൊക്കെ വലിയ പങ്കുണ്ട്. അവർ മുൻകൈ എടുത്തുകൊണ്ട് ദേശീയ തലത്തിൽ ഒരു കൂട്ടായ്മ സഖ്യമല്ല, ഒരു കൂട്ടായ്മയാണ്. കാരണം ആ കൂട്ടായ്മയിലെ കക്ഷികൾ പല സംസ്ഥാനങ്ങളിലും പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട്. കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഏറ്റുമുട്ടുന്നുണ്ട്, ഡൽഹിയിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഏറ്റുമുട്ടുന്നുണ്ട്, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ഇടതുപക്ഷവും ഏറ്റുമുട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ BJP-ക്കെതിരെ ഒരു കൂട്ടായ്മ ദേശീയ തലത്തിൽ അനിവാര്യമാണ്. അതല്ലെങ്കിൽ ഈ ഒരു രാജ്യം വലിയ അപകടത്തിലേക്ക് നീങ്ങും എന്ന് കണ്ട് ഇടതുപക്ഷ പാർട്ടികളും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും എല്ലാം കൂടി ചേർന്നൊരു കൂട്ടായ്മ രൂപീകരിക്കുന്നു. അതിൽ കോൺഗ്രസും സഹകരിക്കുന്നു. ആ കൂട്ടായ്മയുടെ ആ ഇലക്ഷനിൽ സൃഷ്ടിച്ച ഒരു സ്വാധീനം, അത് ഇലക്ഷനിൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ കണ്ടതാണ്. 3-2 ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന BJP-ക്ക് കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതെ 240 സീറ്റിലേക്ക് അവർ തളയ്ക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇന്നിപ്പോൾ മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണയോടെയാണ് ആ സർക്കാർ നിലകൊള്ളുന്നത്. തുടർന്ന് അങ്ങോട്ട് എന്താണ് സംഭവിച്ചത്? ആ ഐക്യം മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് എന്തെങ്കിലും ഒരു ജാഗ്രത കാട്ടിയോ? അതിന് വേണ്ട എന്തെങ്കിലും അത് തന്നെയാണ് ശ്രീ എം പ്രസാദ്. ഒരു പക്ഷേ അക്ഷമനായി നിജേഷ് അവിടെ ഇരിപ്പുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. നിജേഷ്, ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു. ഞാൻ ഏത് സമയത്താണ് ചോദ്യം നേരത്തെ ചോദിച്ചത് കേട്ടിട്ടുണ്ടാകും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് PK ഗോപൻ തുടക്കത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയല്ല, ഇപ്പോൾ നവരസങ്ങൾക്കും അപ്പുറം പഠിക്കുന്ന പച്ചാളം പാസിയുടെ ഭാവം എടുക്കുന്ന മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം 10 തവണ 12 തവണ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഒരു വരി പറയാതെ, ഒരു മറുപടി പറയാതെ, ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യന് മറുപടി പറയാതെ നടന്ന ആ മുഖ്യമന്ത്രി അദ്ദേഹം വിശേഷിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഉയർന്നൊരു പ്രശ്നം, ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഇന്നലെ ED കേന്ദ്ര ഏജൻസിയാണ്, അവരുടെ അന്വേഷണത്തിന് ഞങ്ങൾ തടയുന്നത് എന്തിനാണ്? പക്ഷേ അവിടെ നടത്തിയ പ്രതിഷേധം ED ഉദ്യോഗസ്ഥർക്ക് നടന്നത് മഹാമോശപ്പെട്ട ഏർപ്പാടാണെന്ന് പറഞ്ഞു. 2022 രാഹുൽ ഗാന്ധിക്കെതിരെ ED നടപടി ഉണ്ടായപ്പോൾ, രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തപ്പോൾ അവിടെ ദില്ലിയിലടക്കം, കർണാടകയിലടക്കം, തെലങ്കാനയിലടക്കം, കേരളത്തിലടക്കം ജനജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ബസ്സുകൾ കത്തിച്ചു, ട്രെയിനുകൾ തടഞ്ഞു. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്? അത് സമാധാന യാത്ര ആയിരുന്നു നിജേഷേ? രാഷ്ട്രീയ നിലപാടിൽ പ്രതിഷേധമുണ്ടാവുക എന്നുള്ളത് തെറ്റാണ് എന്ന കാഴ്ചപ്പാടുകാരല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പിന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും പ്രതിഷേധം എവിടെ വരെ എത്തിക്കണം, എവിടെ വരെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കേണ്ടതും ആ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോൾ CPM-ൻ്റെ രാഷ്ട്രീയം ശരിയാണോ തെറ്റാണോ എന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ, അതിനപ്പുറത്തൊന്നും പറയാനില്ല. പിന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞതിന് കുറച്ച് മാത്രമേ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. ഇന്ത്യ രാജ്യത്ത് BJP-ക്കെതിരെയുള്ള ഒരു മുന്നണി കെട്ടിപ്പടുക്കാൻ, അല്ലെങ്കിൽ BJP-ക്കെതിരെയുള്ള പോരാട്ടം നയിക്കേണ്ടത് ആര് നയിച്ചു എന്നുള്ളതിരിക്കുന്ന പോലെ അതൊക്കെ ഇന്ത്യയുടെ ഒരു നേർചിത്രമാണ്. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പങ്കുണ്ട്. ഞങ്ങൾ ആ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വെച്ച് സംസ്ഥാനത്ത് ഉള്ള രാഷ്ട്രീയം ഞങ്ങൾക്ക് പറയാതിരിക്കാൻ സാധിക്കുമോ? ഇവിടെ പരസ്പരം മത്സരിക്കുന്നത് കോൺഗ്രസും CPM-ഉം തമ്മിലാണ്, UDF-ഉം LDF-ഉം തമ്മിലാണ്. സ്വാഭാവികമായി ഇവിടെ CPM-ൻ്റെ വീഴ്ചകൾ പറഞ്ഞാൽ മാത്രമേ UDF-ന് അധികാരത്തിൽ വരാൻ പറ്റൂ. അത് ഏറ്റവും സ്വാഭാവികമല്ലേ? ഡൽഹിയിൽ കോൺഗ്രസിനെ തകർത്തുകൊണ്ടല്ലേ ആം ആദ്മി പാർട്ടി വന്നത്? ആം ആദ്മി പാർട്ടിയുടെ ടാർഗറ്റ് ഏത് കാലവും കോൺഗ്രസ് അല്ലായിരുന്നു. ആം ആദ്മി പാർട്ടി ഡൽഹിയിലാവട്ടെ, ഗുജറാത്തിലാവട്ടെ, ഗോവയിലാകട്ടെ, അവിടെയൊക്കെ കോൺഗ്രസിനെ എങ്ങനെ താഴെ ഇറക്കാമെന്നുള്ളത് നോക്കിയിട്ടല്ലേ മുന്നോട്ട് പോയത്. ഒരു BJP-യുടെ B ടീം ആയിക്കൊണ്ട് പ്രവർത്തിച്ചില്ലേ? അത് ഓർമ്മയില്ലേ? നോട്ടുകളിലൊക്കെ ഗാന്ധിയെ മാറ്റിക്കൊണ്ട് ദൈവചിത്രങ്ങൾ വരണമെന്നൊക്കെ കേജ്രിവാൾ പറഞ്ഞത്. രാഷ്ട്രീയ കേരളത്തിൽ നിങ്ങൾ CPM-നെ ഇടതുപക്ഷത്തെ തന്നെയാണ് എതിർക്കുമ്പോൾ അതിനൊരു മിനിമം മര്യാദ വേണ്ടേ? നിങ്ങൾ ദില്ലിയിലെടുത്ത് അരവിന്ദ് കെജ്രിവാളിനെ നിങ്ങൾ നേരിട്ടത് എങ്ങനെയാണ്? രാഷ്ട്രീയമായാണോ നിങ്ങൾ നേരിട്ടത്? അവിടെ ആ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തതും ആ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടയ്ക്കുന്നതിനും അടക്കം കൂട്ടുന്നത് നിങ്ങളല്ലേ? നിങ്ങളുടെ പ്രധാന പ്രശ്നം എന്താണ്? അതിന് നിങ്ങൾ പറഞ്ഞ രാഷ്ട്രീയ ചർച്ചയല്ല, രാഷ്ട്രീയമായല്ല നിങ്ങൾ നേരിടുന്നത്. കള്ളക്കേസുകൾ ഉണ്ടാക്കുക, അതിനുവേണ്ടി കൂട്ടുനിൽക്കുക. BJP എന്താണോ ആഗ്രഹിക്കുന്നതിന് അതിന് നിങ്ങൾ വടി കൊടുക്കുന്നു, ആ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. നിങ്ങളെ ദില്ലിയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയതിന് സമാനമായി 10 വർഷം നിങ്ങളെ നിയമസഭ കാണിക്കാതിരുന്ന ഒരു പാർട്ടിയാണ് CPM-ഉം ഇടതുപക്ഷവും. അതിന് നേതൃത്വം നൽകിയ പിണറായിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടത് രാഷ്ട്രീയമായിട്ടാണ്, അല്ലാതെ BJP എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ വേട്ടപ്പട്ടിയായി നിൽക്കുന്ന ഒരു ദേശീയ അന്വേഷണ ഏജൻസി അന്യായമായി പെരുമാറുമ്പോൾ അതിനൊപ്പം നിൽക്കുകയല്ല വേണ്ടതെന്നാണ് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞത്.
ഞാൻ പറയട്ടെ, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റവും താഴെത്തട്ടിൽ വരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചാണ്. ഞങ്ങൾ ഇ ഡിക്ക് പരാതിയൊന്നും കൊടുത്തിട്ടില്ല. സിസോദിയയുമായി ബന്ധപ്പെട്ട മദ്യനയ അഴിമതി കേസ് അതൊരു യാഥാർത്ഥ്യമാണ് എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫോറങ്ങളിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമല്ലേ? ഞങ്ങൾ ഒരു ഫാക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു ഭരണപക്ഷത്ത് ഒരു പിഴവ് വന്നു കഴിഞ്ഞാൽ, അതിൽ തെറ്റാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, അഴിമതിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ പരാതി കൊടുക്കുക എന്നുള്ളത് പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ? ഇനി കേരളത്തിനകത്ത് ഞങ്ങളാണോ ഈ കരിമണൽ കർത്തയിൽ നിന്ന് പിണറായി വിജയൻ്റെ മകൾ കമ്പനി പണം വാങ്ങിയ വിഷയമുണ്ടാക്കി കൊണ്ടത് ഞങ്ങളാണോ? അത് ഇന്നേ വരെ നിങ്ങൾ പുറത്തു പറഞ്ഞ് CPM അല്ലെങ്കിൽ വീണ വിജയനോ പുറത്തു പറഞ്ഞിട്ടില്ലാത്ത സേവനങ്ങൾ ഞങ്ങൾ എന്തിനാണ് ഞങ്ങളെ തലയിൽ കെട്ടിവെക്കുന്നത്? അതൊരു കോസാണ്. ആ കോസ് സ്വാഭാവികമായിട്ട് ഇവിടെ അന്വേഷിക്കുന്നുണ്ട്. ED വന്നു അന്വേഷിക്കുന്നു. അപ്പോൾ CPMന് വളരെ വ്യക്തമായിട്ട് പറയാമല്ലോ, ഞങ്ങൾ കരിമണൽ കർത്തയിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നന്ന് സേവനങ്ങൾ കൊടുത്തു. അതല്ലേ ചോദ്യം, അന്തരീക്ഷത്തിലെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ മതിയാകൂ. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിയിട്ടുണ്ട്. CPM-ഉം BJP-യും തമ്മിൽ ചിലയിടങ്ങളിൽ കാണുന്ന വല്ലാത്ത ഒരു ഐക്യം. ആ ഐക്യത്തിനെതിരെ ഞങ്ങൾ പ്രചരണ ആയുധമാക്കിയിട്ടുണ്ട്. അതിലെന്താ സംശയം? ഞങ്ങൾ ആയുധമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് CPM-ഉം കോൺഗ്രസും തമ്മിൽ ഐക്യമെന്ന് പറയുകയും കോൺഗ്രസും BJP-യും CPM-ഉം തമ്മിൽ ഐക്യമെന്ന് പറയുകയും നിങ്ങൾ പിന്നാമ്പുറത്ത് ഐക്യമുണ്ടാക്കിയിട്ട് അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രധാന പ്രശ്നം എന്താണ്? ഇന്നലെ ED യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ നഗ്നമായി തന്നെ ലംഘിക്കപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ഒരു കേസിലും ആദ്യം ഒരു FIR വേണം, ഒരു സമൻസ് കൊടുക്കണം. ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഹൈക്കോടതി അന്വേഷണം ആകാമെന്ന് പറയുമ്പോൾ ഒരു അപ്പീലിന് പോലും സമയം കൊടുക്കാതെ, ഒരു സമൻസ് പോലും വയ്ക്കാതെ വന്ന് അന്വേഷണം നടത്തുകയാണ്. ഇത് കേരളത്തിലെ, നേരത്തെ PK ഗോപൻ ചൂണ്ടിക്കാട്ടിയതുപോലെ, ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അഥവാ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭരണത്തിലുണ്ടായ ഏറ്റവും വലിയ വീഴ്ച എന്ന് കൂടി പറയേണ്ടി വരും. അങ്ങനെ നഗ്നമായി തന്നെ ലംഘിക്കപ്പെട്ട വലിയ തരത്തിലുള്ള അന്യായമായൊരു വേട്ടയാടലാണ് നടന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. പക്ഷേ നിങ്ങൾ പറയുമ്പോൾ മര്യാദ, ഒരു നൈതികത അല്പമെങ്കിലും വേണ്ടെന്നുള്ള ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. നിജേഷേ, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ആരാണ് ED അയച്ചത്? VD സതീശനാണ് എന്ന് നിങ്ങൾ പറയുന്നതിന് ശരിയോ തെറ്റോ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരുപക്ഷെ എന്തിനാണ് പറഞ്ഞത് എനിക്കറിയില്ല. ED അയച്ചത് ആരാണ്? ഹൈക്കോടതി വിധിയെ തുടർന്ന് ED എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഇങ്ങോട്ട് അയച്ച നരേന്ദ്രമോദിയാണ്, BJP ആണ്. ശരിയാണല്ലോ. കേരളത്തിൽ പിറ്റേ ദിവസം പ്രകടനം നടത്തിയിട്ട് തകർത്തെറിഞ്ഞത് ആരുടെ ബോർഡാണ്? ആരെയാണ് ചീത്ത വിളിച്ചിട്ടുള്ളത്? BJP ആണോ? കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു BJP ഓഫീസിനോ BJP-യുടെ കൊടിമരമോ BJP-യുടെ ഫ്ലെക്സ് ബോർഡോ വലിച്ചു കയറിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? CPM ഇല്ല. ആർക്കെതിരെയാണ് സമരം മുഴുവൻ നടത്തിയത്? കോൺഗ്രസിനെതിരെയാണ്. കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലയിലേക്ക് എത്ര സ്ഥലത്താണ് കൊടിമരങ്ങൾ വീഴ്ത്തെറിഞ്ഞത്? തിരുവനന്തപുരത്തെ ഫ്ലെക്സ് വലിച്ചെറിയുന്നു. ചീത്ത മുഴുവൻ പിണറായി വിജയൻ പുറത്തു വന്ന് ആകെ പറഞ്ഞ രാഹുൽ ഗാന്ധിയെ മാത്രമാണ്. എന്തേ നരേന്ദ്രമോദിയെ പറ്റി പറയുന്നില്ല? എന്തേ BJP-യെ പറ്റി പറയുന്നില്ല? എന്തേ രാജീവ് ചന്ദ്രശേഖരനെ രാഹുൽ ഗാന്ധിയുടെ പ്രധാന പ്രശ്നം എന്താണ് കേരളത്തിൽ എന്ന് പറഞ്ഞത്? എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വിമർശിക്കേണ്ടി വരുന്നു? രാഹുൽ ഗാന്ധി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു എന്തുകൊണ്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുന്നില്ല. പണ്ട് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ നടപടി നേരിട്ടപ്പോൾ പിണറായി വിജയൻ എടുത്ത നിലപാട് എന്തായിരുന്നു? അങ്ങനെയാണോ? അത് രാഷ്ട്രീയ വേട്ട തന്നെയല്ലേ എടുത്തത്? അങ്ങനെയല്ലേ പെരുമാറേണ്ടിയിരുന്നത്? ഞാനവിടെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ഏത് പ്രസംഗത്തിലാണ് ചോദിച്ചത്? ഞാൻ ചോദിച്ചു പറയാം. ഇന്ത്യയിലെ BJP വിരുദ്ധ സർക്കാരുകൾക്കെതിരെ ED വരുമ്പോൾ പിണറായി വിജയന്റെ അടുത്ത് വരുന്നില്ല. ED വരുന്നില്ല. നിങ്ങൾ പ്രൂവ് ചെയ്യും. സമയമുണ്ട്. ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് പിണറായിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? അതാണ് വാക്ക് പിന്നെ മാറ്റരുത്. ആ രണ്ട് സന്ദർഭം. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മലപ്പുറത്ത് നടത്തിയ പ്രസംഗത്തിലാണ് രാഹുൽ ഗാന്ധി ഈ ആവശ്യം ഉന്നയിച്ചത്. ഞങ്ങൾ അമ്മയും മോനെയും അറസ്റ്റ് ചെയ്തിരുത്തി ഞങ്ങളെ ചോദ്യം ചെയ്തു ED. എന്തുകൊണ്ട് പിണറായിയെ ED ചോദ്യം ചെയ്യുന്നില്ല? രണ്ടാമത്, അദ്ദേഹം ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗത്തിലാണ്. ആ പ്രസംഗം പ്രിയപ്പെട്ട നിജേഷ് എടുത്ത് പല തവണ കേരളത്തിലെ എല്ലാ യൂട്യൂബിലും കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാത്തത്? അറസ്റ്റ് ചെയ്തില്ലേ എന്ന് ചോദിച്ചിരുന്നോ?
ഇഡി ചോദ്യം ചെയ്യാത്തത് ചോദ്യം ചെയ്യാത്തത്. അല്ല, എന്നുള്ളതാണ്. അല്ല, അറസ്റ്റ് ചെയ്യാൻ നിജേഷേ, ചോദിച്ചിരുന്നോ? പദത്തിന്റെ പ്രശ്നം. അതായത് ഇഡി yes, പി കെ പറഞ്ഞു. ഓക്കേ, അത് ഞാൻ അഡ്മിറ്റ് ചെയ്തു. അല്ല ഇവിടെ ഈ വാചകത്തിന്റെ വാച്യാർത്ഥവും ധ്വന്യാർത്ഥവും എടുത്ത് പ്രയോഗിക്കണ്ടല്ലോ. ഈ രണ്ട് പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല നിജേഷേ. നിജേഷ് നേരത്തെ ഇവിടെ എനിക്ക് എന്റെ സമയമാണോ ശ്രീ സിജു? ആണെങ്കിലേ അതെ സംസാരിക്കുന്നു. അതെ, താങ്കളുടെ സമയമാണ്, പറയാം. അല്ല, അങ്ങനെയാണെങ്കിൽ നേരത്തെ അങ്ങ് പറഞ്ഞതിനുള്ള ചില പ്രതികരണങ്ങൾ മാത്രമാണ് ഞാൻ നടത്തുന്നത്. അതായത് പിന്നെ നിജേഷ് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. നിജേഷ് പലതും സമ്മതിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അതായത് ഞങ്ങൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളായതുകൊണ്ട് മറ്റുള്ള പാർട്ടികളെ ഞങ്ങൾ ചോദ്യം ചെയ്യും. ഉദാഹരണത്തിന് ആം ആദ്മി പാർട്ടി ഞങ്ങളെ താഴെ ഇറക്കിയതാണ്. രാഷ്ട്രീയ സന്ദർഭം കൂടി പരിശോധിക്കണം ശ്രീ നിജേഷ്. ഒരു രാഷ്ട്രീയ പാർട്ടി ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അതാത് സന്ദർഭം കൂടി പരിശോധിക്കണം. BJP ഡൽഹിയിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് വരുമ്പോ നിങ്ങളുടെ ശത്രു പിന്നെ AAP അല്ല, ആം ആദ്മി പാർട്ടി അല്ല, പിന്നെ BJP ആണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നത്? നിജേഷ് ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഒരു കാലത്ത് കോൺഗ്രസിനെ ശക്തമായി, BJP ഉണ്ടാകാത്ത കാലത്ത് 1980 മുമ്പ് ഞങ്ങൾ ഏറ്റവും ശക്തമായി വിരുദ്ധ ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് എതിർത്തത് രാജ്യത്ത് കോൺഗ്രസിനെയാണ്. അടിയന്തരാവസ്ഥക്കാലവും അതിനു മുമ്പും ഒക്കെ നിങ്ങളായിരുന്നു ഇന്ത്യയിലെ പരമാധികാരി. അത് കഴിഞ്ഞ് 80കൾക്ക് ശേഷവും ഞങ്ങൾ നിങ്ങളെ എതിർത്തു. എന്നാൽ 90കൾക്ക് ശേഷം ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം നിങ്ങൾ തന്നെ സൗകര്യം ചെയ്തു കൊടുത്താണല്ലോ ബാബറി മസ്ജിദ് തകരുന്നത്. അതിനുശേഷം BJP ശക്തിപ്പെട്ടപ്പോൾ ഞങ്ങൾ ദേശീയ തലത്തിൽ നിങ്ങളോടൊപ്പം ചേർന്നു. എന്തുകൊണ്ട്? ഫാസിസ്റ്റ് കക്ഷിയായ BJP ആണ് 1-ാം നമ്പർ ശത്രു. അതുപോലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഡൽഹിയിൽ BJP ആയിരിക്കണം നിങ്ങളുടെ ശത്രു. അതിനു പകരം നിങ്ങൾ ഡൽഹിയിൽ അധികാരത്തിൽ വന്ന AAPയെ അപകടത്തിൽപ്പെടുത്തി നിങ്ങൾ പരാതി കൊടുത്ത് AAP ഡൽഹിയിൽ നിന്ന് അധികാരത്തിൽ നിന്ന് പോയി. നിങ്ങൾ തേജസ്വി യാദവിനെതിരായിട്ട് പ്രതികരിച്ചു. നിങ്ങൾ MK സ്റ്റാലിനോട് ചെയ്തത് എന്താ? ആ മനുഷ്യൻ പറഞ്ഞറിയോ ഏറ്റവും വലിയ ചതിവ്? അവരോടൊപ്പം ചേർന്ന് നിന്ന് 5 സീറ്റ് കരസ്ഥമാക്കിയിട്ട് അവരുടെ അധികാരം നഷ്ടപ്പെട്ടപ്പോ ഒരേ ഒരു വാക്ക് സ്റ്റാലിനോട് പറയാതെ പോയി 2 മന്ത്രിസ്ഥാനം കൈക്കലാക്കി അപ്പുറത്ത് ചാടി കയറി MK സ്റ്റാലിൻ കനിമൊഴിയെ വിളിച്ചു പറഞ്ഞ് അന്ന് ലോകസഭയിലെ അവരുടെ ഇരിപ്പിടം മാറ്റിയവര്. അപ്പോ അവരെ ചതിച്ചു. അതുപോലെ ഏത് രാഷ്ട്രീയ പാർട്ടികളെ എല്ലാവരെയും ഇവിടെ ഇപ്പോ പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ച തേജസ്വി യാദവ്, കെജ്രിവാള് ഞങ്ങളുടെ കടുത്ത ശത്രുവാണല്ലോ. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, അവരുടെ മൊഹുവ മൽഹോത്ര അവരുടെ പാർലമെന്റ് മെമ്പറാണ്. അവര് പിണറായിയെ അറസ്റ്റ് ചെയ്തതിന്, പിണറായിയെ വീട് കളഞ്ഞതിന് ചോദ്യം ചെയ്തു. എന്നിട്ട് കേരള മുഖ്യമന്ത്രി ഒരു വാക്കുകൊണ്ട് പറയണ്ടേ, എന്റെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ അകാരണമായി വളഞ്ഞു വെച്ചത് ശരിയായ നിലപാടല്ല, രാഷ്ട്രീയമായി അക്കാര്യത്തിൽ ഞങ്ങൾക്ക് നിലപാടുണ്ട് എന്ന് പറയേണ്ട ബാധ്യതയില്ലേ? പക്ഷെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? രാഹുൽ ഗാന്ധി ചെവിക്ക് പിടിക്കും. രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ച ആളാണ്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടിന്റെ അപകടം എന്താണെന്നറിയോ? ദേശീയ തലത്തിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ നിങ്ങൾ എല്ലാവരും വേണം. പണ്ട് വളരെ ഭയപ്പാടോടുകൂടി ഒരു സന്യാസി ശബരിമലയിൽ പോയിട്ട് പറഞ്ഞ് പേടിയാവുന്നവരല്ല എന്റെ 4 വശം നിന്നോളാൻ പറഞ്ഞു. അയാളുടെ ഭയപ്പാട് അയാൾ പുറത്ത് കാണിക്കുന്നില്ല. പുലി പിടിക്കും, അതുകൊണ്ട് മറ്റുള്ളവരല്ല എന്റെ 4 വശം നിന്നോ, പേടിയാവുന്നവർ. ഇയാൾക്കാണ് ഏറ്റവും കൂടുതൽ പേടി. അതുപോലെ ദേശീയ തലത്തിൽ അധികാരത്തിൽ വരാൻ കോൺഗ്രസിന് നിങ്ങളുടെ എല്ലാ സഹായം വേണം. ചെറിയ രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ. സംസ്ഥാനത്ത് അവരൊന്നും അധികാരത്തിൽ ഇരിക്കാൻ സമ്മതിക്കത്തുമില്ല. ഈ തന്ത്രമാണ് ഇന്ത്യ മുന്നണി ഇന്ന് തകർച്ചയിൽ എത്തിച്ചിരിക്കുന്നത്, നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയാണ് പിണറായി വിജയനെതിരായിട്ട് ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉന്നയിച്ചത്. ഇനി ഒരു കാര്യം കൂടി, ഇതിനകത്തൊരു ചതിവും വഞ്ചന എന്താ? ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചോദ്യം ചെയ്തപ്പോ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യപ്പെട്ടത് 50 മണിക്കൂറാണ്. അങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ശക്തമായി വിമർശിച്ചവരിൽ ഒരാൾ പിണറായി വിജയൻ കൂടിയാണ്. നിങ്ങൾ പിണറായി വിജയനെ, അതുകൊണ്ടാണ് VD സതീശന്റെ ഇപ്പോഴത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പിണറായി വിജയന് റേറ്റിംഗ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതുകൂടിയുണ്ട്. കാരണം രാഹുൽ ഗാന്ധിക്ക് തെറ്റായ ഒരു നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോ അതിനെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നുകൊണ്ട് വിമർശിക്കുമ്പോൾ അതിനൊരു മൈലേജ് വളരെ കൂടുതലാണ്, റേറ്റിംഗ് വളരെ കൂടുതലാണ്. അപ്പൊ പിണറായി വിജയൻ പറഞ്ഞു ഇത് ശരിയല്ല, രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ഹറാസ് ചെയ്യുന്നത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പിണറായി പ്രഖ്യാപിച്ചു. ആ പിണറായിയാണ് കേരളത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞത് ഇയാളെ എന്താ ED ചോദ്യം ചെയ്യാത്തതെന്ന്. ആരെ? ഒരു കേസിലും പ്രതിയല്ലാത്ത പിണറായി വിജയനെ. ഒരു കേസിലും. ഈ ലാവ്ലിൻ കേസായിക്കൊള്ളട്ടെ, പ്രതിപട്ടികയെ പോലും പിണറായി വിജയൻ ഇല്ല. നിങ്ങൾ എന്താ കേരളത്തിൽ ന്യൂനപക്ഷങ്ങളോട് പറഞ്ഞത്? നരേന്ദ്രമോദിയുടെ സഹായമാണെന്ന്.
നരേന്ദ്രമോദി അല്ല. നരേന്ദ്രമോദിയുടെ 10 നരേന്ദ്രമോദി വിചാരിച്ചാൽ ലാവലിൻ കേസിൽ പിണറായി വിജയന്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ രോമം എന്നൊക്കെ പറഞ്ഞ ക്ലീശ ആയതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. പിണറായി വിജയനെ സ്പർശിക്കാൻ പറ്റില്ല. കാരണം പിണറായി വിജയൻ പറയുന്നത് വെറുതെ അല്ല. എന്റെ മടിയിൽ കനമില്ല എന്ന് പിണറായി വിജയൻ പറയുന്നത് ഞങ്ങൾ 100% വിശ്വസിക്കുന്നത്. അത് ഇന്ത്യ രാജ്യത്ത് ശ്രീ നിജേഷ് ഇന്ത്യയുടെ മുഖ്യമന്ത്രിമാരുടെ ചരിത്രം ഒന്ന് പരിശോധിക്കൂ. ലണ്ടനിൽ പോയി ICS ബിരുദമെടുത്ത ആളാണ് ജ്യോതി ബാസു. അന്ന് അദ്ദേഹത്തോടൊപ്പം ICSന് പഠിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ICSൽ പരാജയപ്പെട്ടു, അവിടെ ICSൽ വിജയിക്കുന്നു. ഇന്നത്തെ IAS കൊൽക്കട്ടയിൽ വന്നപ്പോ, ബംഗാളിൽ വന്നപ്പോ കൊൽക്കട്ട കളക്ടറാകാൻ ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു ജ്യോതി ബാസുവിനോട്. അത് സ്വീകരിക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ജ്യോതി ബാസു ഒരു 10 പൈസ സ്വന്തമായി സമ്പാദിക്കാതെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഇറങ്ങിപ്പോകുന്നതും മരിക്കുന്നതും. അദ്ദേഹത്തിന്റെ മൃതശരീരം എയിംസിൽ പോസ്റ്റ്മോർട്ടത്തിന് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നത്. അദ്ദേഹത്തിന് ശേഷം വന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ ഒരു വാടക വീട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ നിർഭൻ ചക്രവർത്തി ഒരു സൂട്ട് കേസിൽ നിറയെ പുസ്തകങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ബാലൻസ് ഷീറ്റ്. എന്തിന്? സർവാദരണീയനായ EMS, ഒരു കൊച്ചു സാമ്രാജ്യം സ്വന്തമായിട്ടുണ്ടായിരുന്ന മനുഷ്യൻ, ഒരു രാജകൊട്ടാരത്തിന്റെ കയ്യിലില്ലാത്ത സ്വത്തുണ്ടായിരുന്ന മനുഷ്യൻ. ആ സ്വത്ത് തനിക്ക് സ്വന്തമല്ലെന്നും അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണെന്നും പറഞ്ഞ് ആയിരക്കണക്കിന് നിലവും പുരയിടവും എഴുതി നാട്ടുകാർക്ക് സംഭാവന ചെയ്ത് വാടക വീട്ടിൽ അന്തരിച്ച EMS നമ്പൂതിരിപ്പാട്. അതുപോലെ സഖാവ് VS, നിങ്ങൾ ഓർക്കണം, ഈ ക്രൈം നന്ദകുമാറൊക്കെ VS അച്യുതാനന്ദൻ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചെന്ന് പറഞ്ഞ വാർത്ത ആ വീക്കിലി എന്റെ ഇരിപ്പുണ്ട്. 90കളിൽ ഇറങ്ങിയ വീക്കിലി എന്റെ ഇരിപ്പുണ്ട്. ഇപ്പൊ സഖാവ് പിണറായി വിജയൻ, ഇവരെ എല്ലാം നിങ്ങൾ ഈ ആക്ഷേപിക്കുമ്പോ ഞങ്ങളുടെ വിശ്വാസം എന്താ അറിയോ? CPM പ്രവർത്തകരുടെ ഇവരാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചതിച്ചിട്ടില്ല. അതുകൊണ്ട് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് 50 രൂപ അദ്ദേഹത്തിന്റെ മടിക്കുത്തിൽ തിരുകാൻ അദ്ദേഹം തയ്യാറാവില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ച് ആയിരക്കണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീട്ടിന് മുമ്പിൽ തടിച്ചുകൂടിയത്. അതുകൊണ്ട് പിണറായി വിജയനെ തോണ്ടിയിട്ട് കേരളം ഭരിക്കാമെന്ന് നിങ്ങൾ ധരിക്കണ്ട. അത് തെറ്റായ ധാരണയാണ്. അത് പിണറായി വിജയൻ വ്യക്തിയോടുള്ള വീരാരാധനയല്ല. നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റുകാർ കൈക്കൂലി വാങ്ങിക്കത്തില്ല, അഴിമതി കാണിക്കത്തില്ല എന്നുള്ള വിശ്വാസമാണ് ഞങ്ങളെ നയിക്കുന്നത്. അതുകൊണ്ടാണത്. ശ്രീ PK ഗോപൻ, താങ്കൾക്കുണ്ടായ ഒരു വൈകാരികമായ ഒരു അന്തരീക്ഷം ഇതേപോലെ തന്നെയാണ് ശ്രീ നിജേഷ്. അന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിരൂപം, കേരളത്തിലുള്ള ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റിനെതിരെ അന്യായമായ വേട്ടയാടൽ നടക്കുമ്പോൾ സ്വാഭാവികമായി അവിടെ തടിച്ചുകൂടി. ഇതിൽ ഏറ്റവും രസകരമായ വസ്തുത, ഉച്ചയ്ക്ക് 7 മണിക്കൂർ നീണ്ട റെയ്ഡിന് ശേഷം അവർ അവസാനിപ്പിച്ചു പോവുകയായിരുന്നു. ഒരുപക്ഷെ ആ റെയ്ഡ് നീണ്ടാൽ രാത്രി വരെ നീളുകയായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ അണികൾ, നാട്ടുകാർ, പ്രവർത്തകരൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ അവിടെ പിണറായിയിൽ, അതോടൊപ്പം തന്നെ കോഴിക്കോട്ടും ഒക്കെ നിരവധി പേർ തടിച്ചുകൂടിയല്ലോ. അവിടെയൊക്കെ പാർട്ടി നേതാക്കൾ കൃത്യമായി ഇടപെട്ട് അവരെ ആശ്വസിപ്പിക്കുന്ന, അവരെ സംയമനത്തിലേക്ക് കൊണ്ടുവരികയും. തിരുവനന്തപുരത്തും പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം വന്നാണ് ആ പ്രവർത്തകരെ അവിടെ സംയമനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അവസാന നിമിഷത്തിൽ ഒരു ചെറിയ പാളിച്ച പറ്റി ഒരു തരത്തിൽ ഒരു വൈകാരിക പ്രതികരണം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ ഉയർന്ന, നേരത്തെ പറഞ്ഞതുപോലെ PK ഗോപൻ പറഞ്ഞതുപോലെ പ്രശ്നം, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഓരോ ഘട്ടത്തിലും ഓരോരോ സംസ്ഥാനങ്ങളിൽ തിരിച്ചറിയുകയാണ്. ചതിക്കുന്ന പാർട്ടിയാണ് നിങ്ങളെന്നുള്ളത്. ഏറ്റവും ഒടുവിൽ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞില്ലേ, ചതിക്കുന്ന പാർട്ടിയാണ് നിങ്ങളാണ് BJP വളർത്തുന്നതെന്ന് പറഞ്ഞു. അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ നേതാക്കളും ഇതിനെ അപലപിച്ചപ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രി വന്നെന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്? അത് ദേശീയ ഏജൻസിയിൽ അവരുടെ പണി ചെയ്യട്ടെ എന്നുള്ളത്. അവരുടെ പണി ചെയ്യുന്നത് RSSന്റെ വിടുപണി എടുക്കലാണെന്നുള്ളത് രാജ്യത്തെ ജനങ്ങൾക്കറിയാം, കോൺഗ്രസിലെ എല്ലാവർക്കും അറിയാം. പക്ഷേ VD സതീശൻ എന്ന് പറയുമ്പോൾ അത് ഡീൽ എന്ന് തന്നെയല്ലേ പറയേണ്ടുള്ളത്? നിജേഷേ, ചോദ്യം കുറച്ച് സമയം, കൂടുതൽ സമയം ഉത്തരം കുറച്ച് സമയം ആവാൻ പാടില്ല. ഓരോന്നിനായിട്ട് ഉത്തരം പറയാം. എന്തായാലും ശ്രീ ഗോപനെ ഞാൻ അംഗീകരിച്ചു. കാരണം ശ്രീ ജ്യോതി ബസുവിൻ്റെ പാരമ്പര്യവും അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകുമ്പോൾ ഒന്നുമില്ലായിരുന്നു എന്ന അവസ്ഥ, നിർഭൻ ചക്രവർത്തിയുടെ അവസ്ഥ, ബുദ്ധദേവിൻ്റെ അവസ്ഥ, EMS, ഞാനതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും അവസാനം പിണറായി വിജയനിലെത്തുന്ന സമയത്ത് മകളുടെ അക്കൗണ്ടിലേക്ക് ഇത്ര പൈസ ഒരു വിവാദ വ്യവസായിയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞെത്തിക്കാനാണ് താങ്കൾ ശ്രമിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും അത് ഞാൻ വളരെ ആസ്വദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വൈകാരിക പ്രകടനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അവതാരകൻ തന്നെ പറഞ്ഞതുപോലെ പാളിപ്പോയി എന്നുള്ളത് അത് പാർട്ടി വിലയിരുത്തട്ടെ, പാളിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. രണ്ടാമത്, തമിഴ്നാട്ടിൽ എന്തിനാണ് നിങ്ങൾ വൈകാരികത പറയുന്നത്? CPM ആരെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? കോൺഗ്രസ് 2 ദിവസം മുമ്പ് സപ്പോർട്ട് ചെയ്തു, CPM പിന്നെ സപ്പോർട്ട് ചെയ്തു. TVKയും വിജയൻ തന്നെയല്ലേ നമ്മൾ ഒരുമിച്ചല്ലേ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? അങ്ങനെയല്ലേ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്? നിങ്ങൾക്കറിയോ
ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ കോൺഗ്രസ് ആവശ്യപ്പെട്ടു DMK മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ കാരണം കോൺഗ്രസിന്റെ മന്ത്രിസഭയ്ക്ക് DMK ഉണ്ടായിരുന്നു കേന്ദ്ര മന്ത്രിസഭയ്ക്ക്. പറഞ്ഞതിന് ശേഷം നിജേഷ് തുടങ്ങാം. വിത്ത് ദ പെർമിഷൻ ഓഫ് MK സ്റ്റാലിൻ, സ്റ്റാലിന്റെ അനുവാദത്തോടു കൂടി. വ്യത്യാസം അതാണ്. കേട്ടല്ലോ നിജേഷ്? യെസ്. അല്ല രാഷ്ട്രീയ പാർട്ടികൾ നിലപാടെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ മുഴുവനാക്കട്ടെ ശ്രീ ഗോവൻ. ഞങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ ഗോവയിൽ നിന്ന് വന്ന AICC നിരീക്ഷകൻ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ തവണ ബർത്ത് തരണം. ഞങ്ങളുടെ UPA ഗവൺമെൻറ്റിൽ നിങ്ങൾ ബർത്ത് ഉണ്ട്, ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ കുറേ കാലമായി ഞങ്ങൾ മന്ത്രിസഭയിലില്ല. ഉടനെ തന്നെ അവരുടെ വക്താവ് പറഞ്ഞത് കോൺഗ്രസിനെ മന്ത്രിസഭയിലെടുക്കുന്ന പ്രശ്നമില്ല, നിങ്ങൾക്ക് തമിഴ്നാടിൻ്റെ സംസ്കാരം അറിയാത്തത് കൊണ്ടാണ് കോൺഗ്രസിനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെ പുറങ്കാലുകൊണ്ട് പുറത്താക്കി നിങ്ങളെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ഞങ്ങളെന്താ തിരിച്ചു പറയേണ്ടത്? അദ്ദേഹത്തിൻ്റെ പെർമിഷൻ എടുക്കാൻ നിൽക്കണം. ഞങ്ങൾ വേണ്ട, ഞങ്ങളുടെ പൊളിറ്റിക്സ് ആണത്. ഞങ്ങൾ ആ പൊളിറ്റിക്സ് എന്തോ രാജിൻ്റെ നമ്മുടെ TVKയുടെ അടുത്തേക്ക് ഞങ്ങളുടെ പൊളിറ്റിക്സ് ആണ്. ഞങ്ങളുടെ പിറകെയാണ് CPM വന്നത്. ഞങ്ങൾക്ക് ആരും പെർമിഷൻ എടുക്കാനൊന്നും ആ കാര്യത്തിൽ പറ്റില്ല. നിങ്ങളൊരു ചതിയനെന്നോ അതിൻ്റെ അപ്പുറത്തോ വിളിച്ചാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങളുടെ പൊളിറ്റിക്സ് ആണത്. ആ പൊളിറ്റിക്സ് ഞങ്ങൾ എടുത്തു. പിറകെയാണ് CPM വന്നിരിക്കുന്നത്. അതുകൊണ്ട് തമിഴ്നാട്ടിലെ കാര്യം വല്ലാതെ നമ്മൾ പറഞ്ഞു പോകേണ്ടതില്ല. പിന്നെ മറ്റൊന്ന്, പിണറായി വിജയൻ്റെ അടുത്ത് ED വന്നില്ലേ എന്ന് ചോദിക്കുന്നത് വരാൻ വേണ്ടിയിട്ടല്ല. എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ BJP വിരുദ്ധ രാഷ്ട്രീയക്കാരുടെ അടുത്തൊക്കെ ഓടി വരുന്ന ED എന്തുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ED വരണം എന്ന്, ED വന്ന് അറസ്റ്റ് ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങളത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ED വരുന്നില്ല. പല കേസുകളും പറയും. ഇവിടെ BJP-കാരൊക്കെ എനിക്കറിയാം, കൊടകര കുഴൽപ്പണ കേസ് വന്ന സമയത്ത് CPM-ന്റെ നേതാക്കന്മാർ പറഞ്ഞു നാളെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സുരേന്ദ്രൻ അറസ്റ്റാണ്, മറ്റവൻ അറസ്റ്റാണ്, മറിച്ചവൻ അറസ്റ്റാണ്. ഒരാളെയും കൊടകര കുഴൽപ്പണ കേസ് അറസ്റ്റ് ചെയ്തില്ല. സുന്ദരയുടെ വിഷയം കാസർഗോഡ് വന്നപ്പോൾ പറഞ്ഞു, നമ്മുടെ മാനന്തവാടിയിലെ വിഷയം വന്നപ്പോൾ പറഞ്ഞു BJP-കാർ ഇതാ പോകുന്നു ജയിലിലേക്ക്. ഒരാളും പോയിട്ടില്ല. പഴയ സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ BJP-കാരൻ വന്ന് ഫ്ലോറിൽ വന്ന് ഭയങ്കര ബഹളമായിരുന്നു, ഇതാ പോകുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം. നിർമ്മലാ സീതാരാമന്റെ അടുത്ത് പ്രാതലിന് പോയ പിണറായി വിജയൻ സംസാരിച്ച എന്താണ് വിഷയം എന്ന് പോലും പറഞ്ഞില്ല. അത് SFI ആയിരുന്നു എന്നുള്ള കാര്യം ക്ലിയർ ആണ്. BJPയുടെ പൊളിറ്റിക്സ് നോക്കി BJPക്കെതിരെ ആഫ്റ്റർ ഈ വിഷയമൊക്കെ ഉണ്ടായിട്ടും ഒരു നിങ്ങൾ പറഞ്ഞ വൈകാരിക മുദ്രാവാക്യത്തിൽ എവിടെയെങ്കിലും ഒന്ന് നരേന്ദ്രമോദിയെ 4 ചീത്ത പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. നിങ്ങളവിടെ രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കേണ്ട കാര്യം എന്തോ? ഒരു MLA ശ്രീ ഗോവൻ, ഒരു MLA തിരുവമ്പാടിയുടെ മുൻ MLA ലിൻഡോ ജോസഫ്, ഓർമ്മയുണ്ടോ? നമ്മുടെ നിയമസഭയ്ക്ക് അകത്ത് വെച്ച് പറഞ്ഞതൊരിക്കൽ രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്ദിരാഗാന്ധിയുമല്ല, അവരുടെ പേര് ഗണ്ഡി എന്നാണ്. ആര് പഠിപ്പിച്ചു കൊടുത്തതാ? RSSന്റെ പുസ്തകത്തിനകത്ത് പുതിയ നവ RSSകാർ ഉണ്ടാക്കിയെടുത്ത പുതിയൊരു ഫിലോസഫി അതേപോലെ വിഴുങ്ങിയിട്ടാണ് ലിൻഡോ ജോസഫ് എന്ന് പറയുന്ന MLA നിയമസഭയ്ക്കകത്ത് പ്രസംഗിച്ചത്. അങ്ങ് ഫിറോസ് ഗാന്ധിയിൽ നിന്ന് ഗാന്ധി പട്ടം വാങ്ങുന്ന കാലത്ത് ഇന്ദിരാഗാന്ധിയെ പ്രണയിച്ചിട്ടോ കണ്ടിട്ടോ പോലും ഇല്ലാത്ത കാലത്താണ്. ആ കാലഘട്ടത്തിൽ ഗാന്ധി എന്ന് ഫിറോസ് ഗാന്ധിക്ക് കിട്ടിയ പേരിനെ ഇന്ന് RSSകാർ ഗണ്ഡി എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ ഏറ്റുപറഞ്ഞത് ഒരു യുവ MLA ആണ് നിയമസഭയ്ക്കകത്ത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ മറ്റൊരു MLA ആണ് പറഞ്ഞത്, നമ്മുടെ ലവ് ജിഹാദ് ഇവിടെ ഉണ്ട് എന്ന് BJP പറയുന്നത് പോലെ ആവർത്തിച്ച് പറഞ്ഞ തിരുവമ്പാടിയിലെ പഴയ MLA ആണ്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുന്ന സമയത്ത് എന്തോ ചില ബാന്ധവങ്ങൾ ഉണ്ട് എന്ന് തോന്നി. അതിന് കാരണങ്ങളുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. ഈ ബാന്ധവം ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ചിരിയാ വരുന്നത്. നേരത്തെ നിദേശ ചോദ്യം ചോദിച്ചല്ലോ, എന്തുകൊണ്ട് രാജ്യത്ത് എല്ലായിടത്തും പിടിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് പിണറായിലേക്ക് വരുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അതിൽ നേരത്തെ PK ഗോവൻ മറുപടി പറഞ്ഞു, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയമുള്ളൂ എന്ന് പറയുന്നത്. പ്രശാന്ത്, ഒരുപക്ഷെ അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കളെയൊക്കെ പിടിച്ചു? ഹിമന്ത ബിശ്വ ശർമ്മ നമ്മുടെ മുന്നിലുണ്ട്, നാരായൺ ശർമ്മ നമ്മുടെ മുമ്പിലുണ്ട്. അഴിമതിയുടെ കറ പുരണ്ടു കഴിഞ്ഞാൽ ED അല്ല മറ്റ് ഏജൻസികൾ വരും. അങ്ങനെ എത്ര നേതാക്കളെയാണ് ED പിടികൂടിയത്? അതിനുശേഷം അവർ BJPയിലാവുകയും മുഖ്യമന്ത്രി പദം വരെ എത്തുകയും ചെയ്തു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അവിടെ എത്തിയത് അഴിമതിയുടെ കറ പുരണ്ടത് കൊണ്ട്, ഇവിടെ എത്താത്തത് അഴിമതിയുടെ കറ പുരളാത്തത് കൊണ്ട്. പ്രശാന്ത്, അങ്ങനെ തന്നെയല്ലേ കാര്യങ്ങൾ? തീർച്ചയായും. അതായത് നമ്മൾ ED, CBI തുടങ്ങിയ കേന്ദ്ര ഏജൻസികളൊക്കെ ഇവിടെ വിശേഷിപ്പിക്കുന്ന ഒരു പേരുണ്ട്, ഒരു വാഷിംഗ് മെഷീൻ എന്നാണ്. അതായത് BJPയുടെ വാഷിംഗ് മെഷീനുകളാണ് EDയും CBIയും ഒക്കെ. ആ വാഷിംഗ് മെഷീനിലിട്ട് ഒരു നേതാവിനെയും എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ അഴിമതിക്കറയും ഇല്ലാതാവുകയാണ്. അങ്ങനെ എത്രയോ കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം BJPയിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ താങ്കൾ സൂചിപ്പിച്ച പോലെ അസം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹം ശാരദ ചിട്ടിത്തട്ടിപ്പിൽ ഉൾപ്പെട്ട് ഈ പറഞ്ഞ CBIയുടെയും മറ്റും ചോദ്യം ചെയ്യുന്നതിന് വിധേയനായതാണ്. വൈകാതെ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തി. അതോടെ ആ കേസുകളെല്ലാം അപ്രത്യക്ഷമാവുന്നത് നമ്മൾ കണ്ടു. പിന്നീട് അദ്ദേഹം BJP
പിയുടെ വലിയ നേതാവായി ഉയർന്നു. ഇപ്പോൾ അസം മുഖ്യമന്ത്രിയായി ഇരിക്കുന്നു. വീണ്ടും ഭരണ തുടർച്ച ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള സുവേന്ദു അധികാരി കോൺഗ്രസിലൂടെ രാഷ്ട്രീയം തുടങ്ങിയ ആളാണ്. പിന്നീട് തൃണമൂലിലെത്തി. അദ്ദേഹവും ഈ പറഞ്ഞ ശാരദാ ചിട്ടിത്തട്ടിപ്പിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനെതിരെയും അന്വേഷണം സജീവമായിരുന്നു. BJP എത്തിയതോടെ അദ്ദേഹത്തിനെതിരായ അന്വേഷണം ഇല്ലാതായി. ഇവരുടെ മഹാരാഷ്ട്രയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ചവാൻ ആദർശ് ഫ്ളാറ്റ് കുംഭകോണത്തിൽ ഉൾപ്പെട്ട നേതാവാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ CBIയുടെ മറ്റും ചോദ്യം ചെയ്യലിന് വിധേയനായതാണ്. അദ്ദേഹവും മറുകണ്ഠം ചാടി BJP എത്തിയതോടെ അദ്ദേഹത്തിനെതിരായ കേസും എല്ലായിടത്തും ഇല്ലാതാവുന്ന സ്ഥിതിയുണ്ടായി. കോൺഗ്രസിന്റെ ഗോവ മുഖ്യമന്ത്രിയായിരുന്ന ദിഗംബർ കാമത്ത്, കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയിലെ മറ്റൊരു നേതാവായിരുന്ന നാരായൺ റാണെ, ഇങ്ങനെ ഒരുപാട് പേരുകൾ നമുക്ക് പറയാനുണ്ട്. ഇവരൊക്കെ തന്നെ പല വിധത്തിൽ അഴിമതി കേസുകളിലും മറ്റും ഉൾപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിരീക്ഷണത്തിൽ ഒക്കെ വന്നപ്പോൾ യാതൊരു ലജ്ജയുമില്ലാതെ ഈ ഖദർ ഉപേക്ഷിച്ച് കാവി വേഷത്തിലേക്ക് മാറുകയും അതോടെ അവർക്കെതിരായ കേസുകളെല്ലാം അപ്രത്യക്ഷമാകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതാണ് കോൺഗ്രസിന്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലിനെ അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയമായ വേട്ടയാടലിനെ നേർക്കുനേർ നിന്ന് പൊരുതാതെ അവർ ചെയ്യുന്നത് നേരെ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറുക എന്ന എളുപ്പവഴിയാണ്. അത് ഇനിയും അനുസ്യൂതം തുടരും. അത് പല കോൺഗ്രസ് നേതാക്കളും ഇപ്പോഴും പല കേന്ദ്ര ഏജൻസികളുടെയും ലിസ്റ്റിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്ക് ഇനിയും തുടരും. ഇനി മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഈ ഒരു നിയമസഭാ ഇലക്ഷന് മുമ്പുള്ള ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു? കോൺഗ്രസിന് ചില മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ. കർണാടകയിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്, തെലങ്കാനയിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്, ഹിമാചലിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്. ഈ മുഖ്യമന്ത്രിമാരിൽ ആരെങ്കിലും ഈ മോഡി സർക്കാരിനെതിരായി ഒരു വാക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയസമീപനങ്ങളെ വിമർശിച്ചുകൊണ്ടൊരു വാക്ക് എവിടെയെങ്കിലും പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. മറുവശത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം MLAമാരും മന്ത്രിമാരും അടക്കം ഡൽഹിയിലെത്തി കേന്ദ്രത്തിനെതിരെ ഒരു സമരം സംഘടിപ്പിച്ചതാണ്. ആ സമരത്തിൽ കെജ്രിവാൾ അടക്കം, ഫറൂഖ് അബ്ദുള്ള അടക്കം, കപിൽ സിബൽ അടക്കം ഒട്ടനവധി ദേശീയ നേതാക്കൾ പങ്കെടുത്തതാണ്. അങ്ങനെ കേരളത്തിൻ്റെ ആ ഒരു സമരം കേന്ദ്രത്തിനെതിരായ ഒരു രാജ്യവ്യാപകമായി സമരമായി മാറും നമ്മൾ കണ്ടതാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിരന്തരം കേന്ദ്രവുമായി പൊരുതുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു. പ്രത്യേകിച്ച് ഫെഡറൽ അവകാശങ്ങളുടെ കാര്യത്തിൽ, ഗവർണർമാരുടെ അമിതമായ രാഷ്ട്രീയ ഇടപെടലിൻ്റെ കാര്യത്തിൽ ഒക്കെ തന്നെ BJPയെ ചെറുത്തുനിന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ചെറുത്തുനിന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു MK സ്റ്റാലിൻ. മറ്റൊരാൾ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. അവരും വളരെ ധീരമായി തന്നെ BJPയുടെ വേട്ടയാടലിനെ ചെറുത്തുനിന്നവരാണ്. അപ്പോൾ BJP ഈ കേരളം അടക്കമുള്ള 5 സംസ്ഥാനങ്ങൾ അസംബ്ലി ഇലക്ഷനിലേക്ക് പോയപ്പോൾ BJP ആഗ്രഹിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ ലക്ഷ്യം എന്നത് ഈ 3 സംസ്ഥാന മുഖ്യമന്ത്രിമാരെ അധികാരപുഷ്ടരാക്കുക, ഏത് വിധേനയും എന്ത് വില കൊടുത്തും അധികാരപുഷ്ടരാക്കുക. അതിനവർ എന്തൊക്കെ ചെയ്തു? ഒന്ന്, ബംഗാളിൽ ഒരു SIR ഏർപ്പാട് നടത്തി. അല്ലേ, എത്ര പേർ? 91 ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവുന്നൊരു സ്ഥിതി കണ്ടു. 25 ലക്ഷം പേർ എല്ലാ രേഖകളും ഉണ്ടായിട്ടും സംശയിക്കപ്പെടുന്നവർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നൊരു സ്ഥിതി നമ്മൾ കണ്ടു. അവിടെ ബംഗാളിലെ രാഷ്ട്രീയ ഫലം എന്തായി എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ കേരളത്തിൽ ഇവർ ഡീൽ എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഉച്ചത്തിൽ വിളിച്ചു നടക്കുമ്പോൾ പിന്നാമ്പുറത്തുകൂടി ഡീൽ ഉറപ്പിച്ചിരുന്നത് കോൺഗ്രസും BJPയും തമ്മിലായിരുന്നു. ഈ പറയുന്ന അസംബ്ലി സീറ്റുകളുടെ റിസൾട്ടിൻ്റെ പല മണ്ഡലങ്ങളിലെയും വോട്ടിൻ്റെ എണ്ണം പരിശോധിച്ചാൽ നമുക്കറിയാം ഏതെല്ലാം മണ്ഡലങ്ങളിൽ കൃത്യമായി BJP വോട്ടുകൾ ഈ പറയുന്ന കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഇലക്ഷന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പലവട്ടം പറഞ്ഞിരുന്നു കമ്മ്യൂണിസം എന്ന ഒരു ആശയത്തെ ഇന്ത്യയിൽ ഇല്ലാതാക്കുക എന്നതാണ് തങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ലക്ഷ്യം. ഇന്നിപ്പോൾ ഒരു സംസ്ഥാനത്ത് ആ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരമുണ്ട്, അത് ഈ ഇലക്ഷനോടെ ഞങ്ങൾ അതും ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനം അവർ വളരെ പരസ്യമായി നടത്തിയതാണ്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ കമ്മ്യൂണിസ്റ്റ് ഭരണ വിമുക്തമാക്കുക എന്നതായിരുന്നു BJPയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ലക്ഷ്യം. മറ്റൊന്ന്, തമിഴ്നാട്ടിൽ ഏത് വിധേനയും DMKയെ തോൽപ്പിക്കുക. അതിനുവേണ്ടി പല കളികൾ അവർ നടത്തി. ഇപ്പോൾ വിജയുടെ രാഷ്ട്രീയ രംഗപ്രവേശം പോലും അതിന് പിന്നിൽ BJPയുടെ സംഘപരിവാരത്തിൻ്റെ കരങ്ങളുണ്ടെന്ന അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. അങ്ങനെ ഈ ഇലക്ഷൻ കഴിഞ്ഞതോടെ BJP ആഗ്രഹിച്ചിരുന്നത് പോലെ സംഭവിച്ചു. ഈ 3 സംസ്ഥാന മുഖ്യമന്ത്രിമാരെ, കേന്ദ്രത്തിനെതിരെ പൊരുതി നിന്നിരുന്ന 3 മുഖ്യമന്ത്രിമാരെ അധികാരപുഷ്ടരാക്കാൻ BJPക്ക് കഴിഞ്ഞു. ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് തുടരുന്നത് അവർക്ക് പ്രശ്നമില്ല. തെലങ്കാനയിൽ തന്നെ അവരുടെ പഴയ ആളാണ്, ABVPയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ രേവന്ത് റെഡ്ഡിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അവർ ഈ കഴിഞ്ഞ ദിവസവും മോഡി അദ്ദേഹത്തെ താങ്കൾ മാറി വരൂ, നമുക്ക് വേണ്ടത് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ സൗമ്യമായ ഒരു ചിരിയായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ മറുപടി. അതിൻ്റെ ചിത്രം നമ്മൾ കണ്ടതാണ്. ഹിമാചലിലെ കോൺഗ്രസ് ഭരണവും അതൊന്നും ഒരു ഭീഷണിയും BJPക്ക് ഇല്ല. അപ്പോൾ അവർക്ക് ഭീഷണിയാവുന്ന സംസ്ഥാന സർക്കാരുകളെ അവർ ഇല്ലാതാക്കി ആ ഒരു രാഷ്ട്രീയ നേട്ടം BJP കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും BJPയെ സഹായിക്കുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസ് തന്നെയാണ്. കാരണം ഈ പറയുന്ന നമുക്കറിയാം, ഇപ്പോൾ ഈ നമ്മൾ ലോക്സഭ റിപ്പോർട്ടിങ്ങിനൊക്കെ പോകുന്നയാളാണ്. അപ്പോൾ
ഈ കഴിഞ്ഞ വർഷകാല അല്ലെങ്കിൽ കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൻ്റെ ഘട്ടത്തിൽ വരെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഖാർഗെയുടെ ഔദ്യോഗിക മുറിയിൽ, പാർലമെൻറ്റിലെ ഔദ്യോഗിക മുറിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വിളിക്കുമ്പോൾ അവിടെ ഇടതുപക്ഷ പാർട്ടികൾ എത്തുമായിരുന്നു, അവിടെ തൃണമൂൽ എത്തുമായിരുന്നു, അവിടെ DMK എത്തുമായിരുന്നു, പലപ്പോഴും ആം ആദ്മി പാർട്ടിയും എത്താറുണ്ട്. പക്ഷേ ഇനിയുള്ള പാർലമെൻറ്റ് സമ്മേളനങ്ങളിൽ ആ ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാനാവുമോ? DMK ആ സമ്മേളനത്തിലേക്ക് പോകുമോ? ഇവിടെ കോൺഗ്രസ് വക്താവ് യാതൊരു മടിയും കൂടാതെ പറഞ്ഞു, ഞങ്ങളങ്ങനെ മറുകണ്ഠം ചാടി യാതൊരു പ്രശ്നവുമില്ല. വലിയ പ്രശ്നമുണ്ട്. കാരണം DMK സഖ്യത്തിൽ മത്സരിച്ചതാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ ആ അടുത്ത ദിവസം തന്നെ യാതൊരു മടിയുമില്ലാതെ അവർ ടിവിക്ക് മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് DMKയോട് ബൈ പറഞ്ഞു പോയി. എത്ര ലജ്ജാകരമായ ഒരു കാര്യമാണ്. എത്രയും നാളായിട്ട് ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിജേഷേ. അതായത് ഈ പാർലമെന്റിലെ ഖാർഗെയുടെ മുറിയിലേക്ക് ഇനി ഏതൊക്കെ ദേശീയ നേതാക്കൾ എത്തുമെന്നുള്ള ആ മുറി ഒരു സൂചകമാണ്. നിങ്ങൾ കാലങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ചതി എങ്ങനെയാണ് ഇന്ത്യയിലെ മതേതര സഖ്യത്തെ ഇല്ലാതാക്കിയെന്നോട് കൂടിയുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ പ്രശാന്ത് വരച്ചു കാട്ടിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചതി, അല്ലെങ്കിൽ നിങ്ങൾ ED എതിർത്ത് നിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കളൊക്കെ ജയിലിലാകെ അവരെ സ്ഥാനഭ്രഷ്ടരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒത്താശ പാടിയവർ, EDക്കൊപ്പം നിന്നവരൊക്കെ സ്ഥാനമാനങ്ങൾ നേടുകയോ നിങ്ങൾ BJPക്കാരായി മാറുകയോ ചെയ്തു. അതാണ് പ്രശാന്ത് പറഞ്ഞതിൻ്റെ രത്നം ചുരുക്കം എന്ന് പറയുന്നത്. നിജേഷേ, 3 മുഖ്യമന്ത്രിമാരുണ്ട്, BJPക്കെതിരെ പ്രതികരിക്കുന്നില്ല എന്ന്. ഞാൻ ചോദിക്കുന്നത്, 3 മുഖ്യമന്ത്രിമാർ ഏത് രാഷ്ട്രീയ പാർട്ടിയോട് ഏറ്റുമുട്ടിയിട്ടാണ് മുഖ്യമന്ത്രിയായിട്ടുള്ളത്? കർണാടകയിൽ ആരായിരുന്നു ഭരിച്ചിരുന്നത്? യെദ്യൂരപ്പ, BJP ആയിരുന്നു. ആ BJPയോട് ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഫൈറ്റ് നടത്തിയിട്ട് ആ ഇലക്ഷനിൽ എത്ര തവണയാണ് നരേന്ദ്രമോദി അവിടെ വന്നത്? DK ശിവകുമാർ 90 ദിവസമാണ് അദ്ദേഹത്തെ ജയിലറയ്ക്കുള്ളിലിട്ടത്. 90 ദിവസം. അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ വാഷിംഗ് മെഷീൻ പൊളിറ്റിക്സ് ഉണ്ടാക്കാൻ നോക്കി. സിദ്ധാരാമയ്യ BJP ഗവൺമെന്റിനെതിരെ നിരന്തരമായി പോരാടുന്നു. അവർ പോരാടുന്നില്ല എന്ന് പറയുന്നത് എന്ത് മാധ്യമ പ്രവർത്തനമാണ്, എന്ത് നിരീക്ഷണമാണ്? രേവന്ത് റെഡ്ഡി അവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന BJP ഇല്ലാതാക്കിക്കൊണ്ടാണ്, BRSനോട് ചോർന്നുകൊണ്ട് അവിടെ വന്ന BJP ഇല്ലാതാക്കിക്കൊണ്ടാണ് വന്നത്. ഹിമാചൽ പ്രദേശ് BJP ഗവൺമെന്റിന്റെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. അപ്പം നിങ്ങളുടെ കണക്കിൽ കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ കണക്കെഴുതി കഴിഞ്ഞാൽ അതിന് മറുപടി പറയേണ്ട കാര്യവുമില്ല. പിന്നെ TVKയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിരീക്ഷണം എനിക്ക് അത്ഭുതപ്പെടുത്തുകയാണ്. വിജയ് എത്ര തവണ ആ സഖ്യത്തിനകത്തേക്ക്, BJPക്കകത്തേക്ക് നരേന്ദ്രമോദി പരസ്യമായി രഹസ്യമായി വിളിച്ചു. BJPയുമായി ഒരു കോംപ്രമൈസും ഇല്ല, BJP പൊളിറ്റിക്സിൻ്റെ ഒപ്പമില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് വിജയ്. ആ BJPയുമായി കോംപ്രമൈസ് ഇല്ല എന്ന് പ്രഖ്യാപിച്ച വിജയ് എങ്ങനെയാണ് മോശക്കാരനാകുന്നത്? DMK നേരത്തെ BJPയോടൊപ്പം കൂടിയിട്ടില്ലേ? അപ്പോൾ ആ തരത്തിലുള്ള പൊളിറ്റിക്സ് ഒന്നും നിങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. കോൺഗ്രസ് വന്ന വഴിയിൽ തന്നെയാണ് CPM വന്നത് എന്നും കൂടി മറക്കരുത്. വിജയുമായി ബന്ധപ്പെട്ട സഖ്യത്തിൽ ആദ്യമില്ല എന്ന് പറഞ്ഞ കക്ഷികളൊക്കെ വന്നു. കാരണം DMK ഏതെങ്കിലും വഴിയിലൂടെ BJP സഖ്യം അധികാരത്തിലേക്ക് വരുന്നത് തടയുക എന്നുള്ളത് ദ്രാവിഡ കക്ഷികളെ ഏറ്റവും ശക്തനായ മതേതര കക്ഷിയോട് ചേർന്ന് നിൽക്കുക എന്ന ഏറ്റവും ലളിതമായ പൊളിറ്റിക്സ് മാത്രമേ അവിടെ എടുത്തിട്ടുള്ളൂ. പിന്നെ നേരത്തെ ശ്രീ ഗോപൻ പറഞ്ഞു 80 വരെ, 80 ഗോപൻ, 89 ഏറ്റവും പ്രധാനം. നിജേഷിലേക്ക് മടങ്ങി വരാം. ശ്രീ PK ഗോപൻ, അദ്ദേഹം പറഞ്ഞതാണ് ഈ ഡീൽ, അതായത് BJPയെ കൃത്യമായി നേരിടുന്നത് കോൺഗ്രസ് തന്നെയാണ്. അത് തെലങ്കാനയിലായാലും ഹിമാചൽ പ്രദേശിലായാലും കൃത്യമായി നേരിടുന്നത്, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് അവരാണ്. അങ്ങനെയാണോ നമ്മുടെ ചരിത്രം നമ്മുടെ മുന്നിൽ കണ്ടിട്ടുള്ളത്? മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉദാഹരണമുണ്ട്. സുരേഷ് ഗോപി അങ്ങനെ ജയിച്ചു. രാജസ്ഥാനിൽ ഒരു സീറ്റ് കളഞ്ഞിട്ട് ഇവിടെ ആലപ്പുഴയിൽ വന്ന് മത്സരിച്ച KC വേണുഗോപാൽ, മോദിയെ നേരിടാൻ വേണ്ടി കേരളത്തിൽ വയനാട്ടിൽ വന്ന് മത്സരിച്ച രാഹുൽ ഗാന്ധി, ആ പാർട്ടിയുടെ ആളെ നിജേഷാണ് ഇപ്പോൾ പറയുന്നത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ട് ത്യാഗങ്ങൾ സഹിച്ചുവെന്ന്. PK ഗോപൻ. ശ്രീ സിജു, ഗീബൽസിന് ഒരുപാട് അനുയായികൾ ലോകത്തെല്ലായിടവും ഉണ്ട്. അത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പരിശോധിച്ചാലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ്. അദ്ദേഹം ബോധപൂർവമോ അല്ലാതെയോ തെറ്റിദ്ധരിപ്പിക്കാനും അവരുടെ ക്യാപ്സൂളുകളിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ പിറകെ CPM ചെന്നു വിജയ്ക്ക് പിന്തുണ കൊടുത്തു എന്നുള്ളതാണ്. അവിടുത്തെ ഇഷ്യൂ എന്താ? അവിടുത്തെ ഇഷ്യൂ കോൺഗ്രസും CPM-ഉം DMKയും CPIയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ചേർന്നിട്ട് ഒരു മുന്നണിയാണ്. ആ മുന്നണിക്കെതിരായിട്ടാണ് BJPയുടെ ഒരു മുന്നണിയുണ്ട്, അല്ലെങ്കിൽ AIDMKയുടെ ഒരു മുന്നണിയുണ്ട്, TVK വിജയുടെ ഒരു മുന്നണിയുണ്ട്. അവിടെ വിജയ് അധികാരത്തിൽ വരാനുള്ള സാധ്യതയേറി. അപ്പൊ BJP അല്ല. അവിടെ എന്താ ചെയ്യേണ്ടുന്നത്? സ്റ്റാലിന്റെ മുന്നണിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വോട്ട് വാങ്ങിച്ച് ജയിച്ചവർ അദ്ദേഹത്തോട് പറയാതെ മറ്റൊരു മുന്നണിയിൽ ചാടുന്നതിന്റെ പേര് നാട്ടിൽ എന്തോ പറയും. എന്തോ ഇതിനൊക്കെ പറയേണ്ടത്? ഞങ്ങളുടെ നിലപാടെന്താ? അവിടെ BJPയുടെ കളി അനുവദിക്കാൻ പാടില്ല.
അപ്പൊ സ്റ്റാലിനുമായിട്ട് ചർച്ച ചെയ്തു, വേറെ വഴിയില്ല. അപ്പൊ സ്റ്റാലിനുമായിട്ട് ചർച്ച ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടി നമ്മൾ TVKക്ക് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു. ഈ കാര്യം കോൺഗ്രസ് ചെയ്താൽ മതി. അതായത് ഏത് മുന്നണിയുടെ വോട്ട് കൊണ്ടാണോ കോൺഗ്രസ് ജയിച്ചത്, കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിച്ചില്ലല്ലോ, TVKയുടെ ഭാഗമല്ലല്ലോ. അപ്പൊ കമ്മിറ്റ്മെന്റ് ആരോടാണ്? DMKയോടാണ്. ഇത് ചെയ്തില്ല എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. അതിനെയാണ് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇനി രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് അതിനെ ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. മറ്റ് സ്റ്റേറ്റുകളിലെ BJP ഇതരരെ ED ചോദ്യം ചെയ്തു, രാഹുലിനെ ചോദ്യം ചെയ്തു, സോണിയാഗാന്ധി ചോദ്യം ചെയ്തു, മറ്റു പല രാഷ്ട്രീയ നേതാക്കളെ ചോദ്യം ചെയ്തു. ഇവിടെ പ്രശ്നം എന്താ? എന്തുകൊണ്ടാ പിണറായിയെ ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാ പിണറായിയുടെ വീട്ടിൽ ED റെയ്ഡ് നടത്താതിരുന്നത്? എന്തുകൊണ്ടാണ് പിണറായി ഇപ്പോഴും പ്രതിയാകാത്തത്? അത് ഇവര് മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിച്ചതും ഒരു ഭാഗം മാധ്യമങ്ങൾ അവർക്ക് വേണ്ടി പണിയെടുത്തതും പിണറായി നരേന്ദ്രമോദി ഡീലാണ്. വസ്തുത എന്താ? ലാവ്ലിൻ കേസ് ഇവിടെ CBIക്ക് വിട്ടു കോൺഗ്രസ് ആണ്. CBI ഈ കേസിൽ ഹൈക്കോടതിയും മറ്റു കോടതികളും വിജിലൻസ് കോടതികളും CBI കോടതിയും പിണറായിയെ പ്രതിയാക്കിയിട്ടില്ല. അപ്പൊ പ്രതിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CBI പോയിരിക്കുന്നത്. അവിടെ സുപ്രീം കോടതി 37 തവണ കേസ് മാറ്റി വെച്ചിട്ടും തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞു. തെളിവില്ലാത്തത് കൊണ്ടാണ് പിണറായിയെ പിടിക്കാൻ പറ്റാത്തത്. ഈന്തപ്പഴം സ്വർണ്ണക്കുരു തെളിവില്ല, ലാവലിൻ തെളിവില്ല, കമല ഇന്റർനാഷണൽ തെളിവില്ല. അതുകൊണ്ടാണ് പിണറായി പറയുന്നത്. വെറുതെ ഒരു ആലങ്കാരിക പദപ്രയോഗമല്ല എന്റെ മടിയിൽ കനമില്ല എന്നുള്ളത്. പിണറായി ഇന്നലെ ED കയറി അവിടെ എല്ലാം അരിച്ചു പറക്കുമ്പോഴും പിണറായി സുസ്മേരവദനായിട്ടിരുന്നത് ഈ ബലത്തിലാണ്. നിങ്ങൾക്ക് എത്ര കോൺഗ്രസ്സുകാർക്ക് ഈ ബലം കാണാൻ പറ്റും? അപ്പൊ ED കയറി നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ED കയറിയിട്ട് അവിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ പുറകെ അങ്ങ് പോകും. എന്താ കാര്യം? കേസുണ്ട്. ഇപ്പൊ കിറ്റ സാബു പോയത് എങ്ങനെയാ? നേരത്തെ അദ്ദേഹം വിശദീകരിച്ച മുഖ്യമന്ത്രിമാര് പോയത് എങ്ങനെയാ? അതുപോലെ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാര് പോയത് എങ്ങനെയാ? മടിയിൽ കനമുണ്ട്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് BJPയോടൊപ്പം ചേരാം, അല്ലെങ്കിൽ അഴിമതി രഹിതരായിട്ട് നിൽക്കാം. ഏത് വേണമെന്നുള്ള പ്രശ്നം. അവർക്ക് അഴിമതി നടത്തണം, അവർക്ക് പൈസ ഉണ്ടാക്കണം. അപ്പൊ BJPയോടൊപ്പം പോവുക. ഈ ആസാമിലെ ഹിമന്ത് ബിശ്വ ശർമ്മയുടെ കയ്യിൽ ആവശ്യത്തിന് MLA-മാരുണ്ട് മുഖ്യമന്ത്രിയാകാൻ, കോൺഗ്രസിന്റെ MLA-മാരുണ്ട് മുഖ്യമന്ത്രിയാകാൻ. അദ്ദേഹം എന്തിനാ BJP പോയത്? അപ്പൊ പോയത് MLA-മാർ ആവശ്യത്തിന് ഉണ്ടായിട്ടും BJP പോയത് മറ്റേ കേസ് മേടിച്ചിട്ടാണ്. അപ്പൊ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇനി തമിഴ്നാട്ടിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവിടെ DMK എന്നുള്ളത് ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രത്യയശാസ്ത്രപരമായി BJP എതിർക്കുന്നത് ദ്രാവിഡ മുന്നേറ്റ കഴകമാണ്. അത് ചരിത്രപരമാണത്. കാരണം EV രാമസ്വാമി നായ്ക്കരെ പഠിക്കുന്ന ആൾക്കും അദ്ദേഹത്തെ അനുഗമിക്കുന്ന ആൾക്കും BJPയോടൊപ്പം പോകാൻ പാടില്ല. കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ളവർക്ക് പോകാൻ പറ്റും. VD കേസ്. യഥാർത്ഥ ശ്രീനാരായണീയർക്ക് പോകാൻ പറ്റില്ല. കുമാരനാശാനെയും മുനിനാരായണ പ്രസാദിനെയും പഠിക്കുന്ന ആൾക്ക് BJP പോകാൻ പറ്റില്ല. നേരെ മറിച്ച് മറ്റു ചില ആൾക്ക് BJP പോകാം. ഇപ്പോ BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം മുനിനാരായണ പ്രസാദാണ് ശ്രീനാരായണ ഗുരുവിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ അനുയായി. മുനിനാരായണ പ്രസാദിനെ പഠിച്ചാൽ BJP പോകാൻ പറ്റില്ല. കുമാരനാശാൻ ആദ്യത്തെ 16 വർഷം ജനറൽ സെക്രട്ടറി, ജാതിക്കെതിരായിട്ട് തന്റെ കാവ്യശകലങ്ങളെ മുഴുവൻ ഉപയോഗിച്ച ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ കവിതകൾ പഠിക്കുന്ന ആൾക്ക് BJP പോകാൻ പറ്റില്ല. അപ്പൊ ഇത് ഇതുപോലെയാണ് EV രാമസ്വാമി നായ്ക്കരെയും തിരുവള്ളുവരെയും പഠിക്കുന്നവർക്ക് BJP പോകാൻ പറ്റില്ല. അതുകൊണ്ട് DMK എന്നുള്ളത് ബേസിക്കലായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ കഴിഞ്ഞാൽ പ്രത്യയശാസ്ത്രപരമായി BJPക്കെതിരാണ്. ഒരു കാര്യം കൂടി, മോഹൻ ഭഗവത് RSSന്റെ ദേശീയ സമ്മേളനം ചേർന്നപ്പോൾ ത്രിപുരയിലെ പരാജയത്തെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇതുവരെയുള്ള ഇലക്ഷനിലെ വിജയം പോലല്ല ത്രിപുരയിൽ, അത് പ്രത്യയശാസ്ത്രപരമായ വിജയമാണ്. നിജേഷ് ഇത് മനസ്സിലാവുമല്ലോ പറഞ്ഞതിന്റെ മലയാളം എന്താണ്? ആ പ്രത്യയശാസ്ത്രപരമായ വിജയമാണ് അവര് നേടാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ നമ്മുടെ VD സതീശൻ ഇക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് നേരത്തെ നിർമ്മല സീതാരാമനുമായിട്ട് ബന്ധപ്പെട്ട ഐക്യം, അതുപോലെ മറ്റ് കുഴൽപ്പണ കേസ് എന്ന് പറഞ്ഞാൽ സുരേന്ദ്രന്റെ കുഴൽപ്പണ കേസ് ED അതുകൊണ്ട് അന്വേഷിക്കാതിരുന്നത്. അതിന് പിണറായി വിജയൻ ഇപ്പോഴും പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്നത്. ഈ സുരേന്ദ്രന്റെ കുഴൽപ്പണ കേസിൽ പിണറായി വിജയനാണ് കുറ്റപ്പെടുത്തുന്നത്. നിർമ്മല സീതാരാമനുമായിട്ട് പിണറായി വിജയൻ കണ്ട കാഴ്ചയെക്കുറിച്ചോ അല്ലെ കേരളത്തിലെ മന്ത്രിമാർ കണ്ട കാഴ്ചയെക്കുറിച്ചോ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്നത്.
അവിടെ പോയി വിനീതദാസനായിട്ട് നിന്നതിനെ കുറിച്ച് ഒരു കാര്യം അദ്ദേഹത്തിന്റെ മുമ്പിലില്ല. അതല്ല ശ്രീ അതുകൊണ്ട് പി ഞാൻ കെ ഒരു കാര്യം കൂടി ഒരു കാര്യമല്ല, പറഞ്ഞോളൂ. ഒരു ഇടവേള അനിവാര്യമന്ത്രി. പക്ഷേ ഏതായാലും ഈ കനകോലു ക്ലാസ് ഇപ്പോഴും വളരെ കൃത്യമായി തന്നെ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. നിജേഷ് പറഞ്ഞതിൽ തന്നെ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും നിജേഷേ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം, ഈ ഇ ഡി വരുമ്പോൾ വി ഡി സതീശൻ കണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ CMRL കേസുമായി ബന്ധപ്പെട്ട് വന്ന പണം വാങ്ങിയവർ എന്ന് പറയുന്ന 2-3 പേരുണ്ട്. അതിൽ പേര് വന്നതാണ്. അതിൽ KK ആരാണ്, അതിൽ IK ആരാണ്, അതായത് PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, ഇബ്രാഹിം കുഞ്ഞു, ഉമ്മൻചാണ്ടി ഇവരടക്കമുള്ള പേരുകൾ വന്നിട്ടുണ്ട്. അവർ വാങ്ങിയ പണം സംബന്ധിച്ച് തന്നെ അവർ തന്നെ വെളിപ്പെടുത്തി. ഒരുപക്ഷെ ആദായനികുതി വകുപ്പിൻ്റെ രേഖകൾ പുറത്തു വന്നില്ലെങ്കിൽ പോലും അവർ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, അതായത് നിജേഷേ, ഈ കേരളത്തിൽ കോൺഗ്രസിൻ്റെ 3 നേതാക്കൾ, ഒന്ന് VS ശിവകുമാർ, K ബാബു, അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടൻ, 3 പേരും ED അന്വേഷണം നേടിയിരിക്കുക. ഇത് രാഷ്ട്രീയമാണോ അതോ എന്താണ് നിങ്ങൾ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ 3 പേർക്കെതിരെ നടക്കുന്ന ED അന്വേഷണം. ഏത് അന്വേഷണത്തെയും നമ്മൾക്ക് സ്വാഗതം ചെയ്യാം. ഏത് അന്വേഷണത്തിന് പോലും ധൈര്യമായിട്ട് നിൽക്കുക. അവരെ തല്ലി ഓടിച്ചാൽ ഫിസിക്കലി ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് അന്വേഷണത്തെ കണ്ടല്ലോ. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ലേ? നിങ്ങളിപ്പോഴും കനകോലു എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കനകോലു 102 പോയില്ലേ? ഇനി അതുകൊണ്ട് ആ ആക്ഷേപമൊക്കെ നിർത്തി നമുക്ക് അന്വേഷിക്കാം. ഏത് അന്വേഷണം വരട്ടെ. അല്ല ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ സന്യാസബോധമായിരുന്നെങ്കിൽ ബാംഗ്ലൂരിൽ എന്തിനാ കാറ് കത്തിച്ചേ? അല്ല, ഞാനാണോ നിങ്ങളുടെ സമരം പാളിപ്പോയി എന്ന് പറഞ്ഞ ഞാനാണോ? നിങ്ങളല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞിരുന്നോ? ഇല്ല. ഒരു വൈകാരിക പ്രകടനം സ്വാഭാവികമുണ്ട്. അതാണ് പാളിപ്പോയെന്നല്ല പറഞ്ഞത്. ഒരു വൈകാരിക അതല്ല. ഈ നിജേഷ് പറഞ്ഞതിന് പി കെ ഗോവൻ ചോദിച്ചാണ്, എന്തിനാണ് സന്യാസ ശ്രമമാണെങ്കിൽ ഈ ട്രെയിൻ തടയാൻ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കാറ് കത്തിക്കണോ, ബസ് കത്തിക്കണോ? അവരന്വേഷണം നടക്കട്ടെ, ഏതന്വേഷണത്തെ നേരിടട്ടെ, ആരെടുക്കട്ടെ നിജേഷേ? ഞാൻ പറഞ്ഞു, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും സമരമാർഗമുണ്ട്. അവരത് തീരുമാനിക്കട്ടെ. ഇത് പാളിപ്പോയി എന്ന് പറഞ്ഞത് ഞാനല്ല, നിങ്ങളാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. പാളിപ്പോയെന്നല്ല പറഞ്ഞു. ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു വൈകാരിക പ്രകടനം ഉണ്ടായിട്ടവിടെ. അതാണ് പ്രശ്നം. അവിടെ പി കെ ഗോവൻ ചോദിച്ചാണ്, അല്ലെ നിജേഷ് പറഞ്ഞല്ലോ, അന്വേഷണം നടക്കട്ടെ. എന്തിനാണ് കാറ് കത്തിക്കുന്നത്? എന്തിനാണ് ട്രെയിൻ ജനത്തെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്തിനാണ് നിജേഷേ? അല്ല ഞാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ സമരമാർഗം എടുക്കട്ടെ. ജനങ്ങൾ വിലയിരുത്തട്ടെ. ഞാനൊന്നും പറഞ്ഞ തൊഴിലാളി വർഗ പാർട്ടി തൊഴിലാളി വർഗ രാഷ്ട്രീയ പാർട്ടി ഒരു ടാക്സി ഡ്രൈവറുടെ അന്നം മുട്ടിച്ചത് എന്ത് കിട്ടാനാണ്? ചോദ്യം കേട്ടില്ല. ഒരു ഉദ്യോഗസ്ഥന്റെ കാറിന്റെ ചില്ല് പൊട്ടിയതാണോ ഒരു നാട് കത്തിക്കുന്നതാണോ പ്രശ്നം? ഇതാണ് ചോദ്യം. കാറിന്റെ ചില്ല് പൊട്ടിയ ആളിന്റെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു. കത്തിച്ച കാറിന്റെ പ്രതിഫലം കൊടുത്തായിരുന്നു. ബാംഗ്ലൂരിൽ അല്ല ശ്രീ ഗോപൻ, രണ്ടിനും നിയമം അല്ല. നിങ്ങൾ എന്തിനാണ് ബേജാറാവുന്നത്? കാറിന്റെ ചില്ല് പൊട്ടിച്ചതും നിങ്ങൾ, കൊണ്ടു നടന്നത് നീയജാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയജാപ്പ, പ്രവർത്തകരെ കൊണ്ടുവന്ന് ജയിലാക്കി നിങ്ങളാണ്. നിങ്ങൾക്ക് നിയന്ത്രണം വേണ്ടായിരുന്നോ? അത് നിയന്ത്രിക്കാത്തത് എന്തിനാണ്? കോൺഗ്രസ് സൈഡിൽ ജീവിച്ചു പോയിക്കോട്ടെ. അതാണല്ലോ സംഭവത്തിൽ നടന്ന ഞങ്ങളൊക്കെ എന്റെ ഷിജു, പിണറായി വിജയൻ ഭരണകാലത്ത് ഞങ്ങളൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന്. ഞങ്ങളൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതൊരു വലിയ സംഭവമൊന്നുമല്ല. ജയിലിൽ കിടന്ന കരുണാകരന്റെ കാലത്തും ആനയുടെ കാലത്തും ഒക്കെ ജയിലിൽ കിടന്നവരാ ഞങ്ങളൊക്കെ. ഞാനും കിടന്നിട്ടുണ്ട്. പൗരത്വ സമരകാലത്ത് പിണറായി വിജയന്റെ പോലീസാ ജയിലിലടച്ചത്. നരേന്ദ്രമോദി പോലീസല്ല. നരേന്ദ്രമോദിയുടെ പോലീസല്ല. കരുണാകരന്റെ പോലീസ്, ആനയുടെ പോലീസ് ഞങ്ങളെ ജയിലിലടച്ച്. കാർ കത്തിച്ചാനല്ല, വണ്ടിക്ക് കല്ലെറിഞ്ഞാനല്ല, ഇതൊന്നുമല്ല ജയിലിലടച്ചത്. അത് സ്വാഭാവികം. എന്റെ കാലഘട്ടത്തിൽ പിണറായി വിജയന്റെ പോലീസ്, അത്രേ ഉള്ളൂ. ഏതായാലും നിജേഷേ, ഈ ജനം വിലയിരുത്തട്ടെ. സമയപരിമിതി ഉണ്ട്, ഞാൻ ഇടപെടുകയാണ്. ജനം വിലയിരുത്തട്ടെ എന്ന് പറയുന്നത് ജനം വിലയിരുത്തുക തന്നെ ചെയ്യും. കാരണം കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം തന്നെ, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തന്നെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. എത്ര വിഷയങ്ങളിലാണ് അദ്ദേഹം മലക്കം പറഞ്ഞത്. ഒരു അധ്യാപകന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടെടുത്ത് അദ്ദേഹം പറഞ്ഞത് കള്ളം, വളരെ പച്ചക്കള്ളമാണ് പറഞ്ഞത്. അതിനുശേഷം ആ തീരുമാനം പിൻവലിക്കേണ്ടി വന്നു. ഏതായാലും നേരത്തെ ഒരുപക്ഷെ പി കെ ഗോവൻ സാന്ദർഭികമായി പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി പറയേണ്ടി വരികയാണ്. പൂക്കി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടുമ്പോൾ താങ്കൾ പറഞ്ഞ പച്ചാളം പാസി എന്നുള്ള പദം വളരെ
ശരിയാണ്, അത് വ്യക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഭാവങ്ങൾ ഇങ്ങനെ മിന്നി പറഞ്ഞത്, അങ്ങനെ പച്ചാളം പാസിയെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ശ്രീ നിജേഷ്, വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പി കെ ഗോപൻ, ശ്രീ നിജേഷ് അരവിന്ദ്, എം പ്രശാന്ത്. ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്നിവിടെ സമാപിക്കുകയാണ്.